ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ അധികമാരും പറയാത്തതോ അധികമാർക്കും അറിയാത്തതോ അധികമാരും ശ്രദ്ധിക്കാത്തതോ ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമല്ല. പലരും അങ്ങനെ കരുതുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു മെജോറിറ്റിയും അങ്ങനെ കരുതുന്നവരുണ്ട്. മാത്രമല്ല യൂട്യൂബിലെ ചില വീഡിയോകൾ ആ വിധത്തിലുള്ള സന്ദേശങ്ങളാണ്, ആ വിധത്തിലുള്ള ആശയങ്ങളാണ് പലരിലേക്കും എത്തിക്കുന്ന വ്യക്തികളിലേക്ക് എത്തിക്കുന്നത്. പെട്ടെന്ന് പണക്കാരനാകാം, പെട്ടെന്ന് ലോട്ടറി അടിക്കാം തുടങ്ങിയ തമ്പനയിലുകളുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ തുടങ്ങിയ ആശയങ്ങളുമൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ കാണുമ്പോൾ ഈ വിധത്തിലുള്ള ചില ധാരണകളോ തെറ്റിദ്ധാരണകളോ ഒക്കെ വ്യക്തികളിലേക്ക് എത്തുന്നു. അതായത് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം ആയിട്ട്, ഒരു കുറുക്ക് വഴിയായിട്ട്. പക്ഷെ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് അതല്ല ലോ ഓഫ് അട്രാക്ഷൻ. ആഗ്രഹങ്ങൾ സഫലീകരിക്കും, അതിലപ്പുറം അതൊരു എളുപ്പമാർഗത്തിന് അല്ലെങ്കിൽ കുറുക്ക് വഴി എന്നുള്ളതിനപ്പുറം നമ്മുടെ സോളിൻ്റെ, ആത്മാവിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ, അതാണ് അതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ അപ്ഡേഷൻ സംഭവിക്കുന്നതിലൂടെയാണ് ലൈഫിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തപ്പെടുന്നതും മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കുന്നതും. മനസ്സിലാവുന്നുണ്ടോ? അതായത് കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേയധികം ആയുധങ്ങളുണ്ടാകും, അല്ലേ? കത്തികൾ തന്നെ പല വിധത്തിലുള്ള കത്തികളുണ്ടാകും, കോടാലി ഉണ്ടാകും, മൺവെട്ടി ഉണ്ടാകും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയുധങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക സംഗതി കട്ട് ചെയ്യണമെങ്കിൽ, ചിലപ്പോൾ ബ്ലേഡ് ഉണ്ടാകും, നൈഫ് ഉണ്ടാകും, പ്രത്യേക സംഗതി കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഓർക്കും ഇതിലെന്ത് ടൂളാണ് വേണ്ടത്. ബ്ലേഡാണോ, നൈഫാണോ, കത്തിയാണോ, അതോ അതിലും വലിയ സംഗതിയാണോ വേണ്ടത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിൽ കൊണ്ടുവരും. മുറിക്കേണ്ട സംഗതിയുടെ കാഠിന്യം ഇതൊക്കെ അനുസരിച്ച്. എന്നിട്ട് ആ ടൂള് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ ടൂൾ ഉപയോഗിക്കും. അതല്ല എങ്കിൽ ആ ടൂൾ നമ്മൾ സംഘടിപ്പിക്കും. ഒന്നുകിൽ അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങും, അല്ലെങ്കിൽ പുതിയൊരു ടൂൾ വാങ്ങും. ഇങ്ങനെയൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ട് ആ ഒരു സംഗതിയെ കട്ട് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതിനായാലും ശരി സ്വാഭാവികമായിട്ടുള്ള ഒരു കാലതാമസം എടുക്കും. ഒന്ന് നമ്മൾ തിരിച്ചറിയണം അതെന്തിനെയാണ് ഞാൻ കട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ്, ഇത് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്. രണ്ട്, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് ആയുധമാണ്, അതിനെ കട്ട് ചെയ്യാൻ ഏത് ആയുധമാണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലെത്തണം. മൂന്ന്, ഈ പറയുന്ന ഉചിതമായിട്ടുള്ള ആയുധം സംഘടിപ്പിക്കണം. ഇങ്ങനെ കുറച്ചധികം താമസമെടുക്കാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ റെഡിയായിട്ട് എന്തിനും പോകുന്ന ഒരു ആയുധമുണ്ട് എങ്കിലോ, യൂണിവേഴ്സലായിട്ടുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ, ഒരു മാന്ത്രിക വടി പോലെയോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ അങ്ങറ്റം പോലെയോ ഒരു ആയുധമുണ്ടെന്നിരിക്കട്ടെ, അത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇവനൊരു രോമം മുതൽ പാറക്കഷ്ണം വരെ കട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിലും ഹാർഡായിട്ടുള്ള സംഗതികളെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ എത്ര എളുപ്പമാണ്. എൻ്റെ പോയിൻ്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ മുറിക്കാനുള്ളത് എന്താണ്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ചിന്തിക്കേണ്ട, ആയുധം ഏതെന്ന് തീരുമാനിക്കേണ്ട, ആയുധം തിരഞ്ഞ് നടക്കണ്ട. പിന്നെയോ നമുക്ക് കട്ട് ചെയ്യണം. ഓക്കെ, ഫൈൻ. നമ്മുടെ ഓൾറെഡി യൂണിവേഴ്സലായിട്ടുള്ള അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ആയുധമുണ്ട്, ജസ്റ്റ് കട്ട് ചെയ്യുക. ഈ ഒരു അവസ്ഥയിലേക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പരിശീലനത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നാം, എന്താണ് ഈ ആയുധം? ഈ പറയുന്ന പവർഫുള്ളായിട്ടുള്ള ആയുധം എന്താണ്? ഈ പറയുന്ന പവർഫുള്ളായിട്ടുള്ള ആയുധം, അല്ലെങ്കിൽ നമ്മൾ പവർഫുള്ളാക്കി വച്ചിരിക്കുന്ന ആയുധം മറ്റൊന്നുമല്ല, അത് നമ്മുടെ മനസ്സ് തന്നെയാണ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ടെക്നിക്കുകളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ആയുധമുണ്ട്, ഒരു സാമാന്യമായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ആയുധമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പച്ചക്കറി മുറിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ പാകപ്പെടുത്തിയെടുക്കും.
കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളൊരു സംഗതി മുറിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാകപ്പെടുത്തിയെടുക്കും. അല്ല വേറെ സാധനമാണ് മുറിക്കേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തിയെടുക്കും. അപ്പോൾ ഇവിടെ എല്ലാം സമയമെടുക്കുന്നുണ്ട്, കാലതാമസം എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ അത്രമാത്രം പവർഫുള്ളാക്കി നിലനിർത്തി കഴിഞ്ഞാൽ, സ്ഥായിയായിട്ടുള്ളൊരു മാറ്റം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നുമില്ല, ജസ്റ്റ് എന്താണോ വേണ്ടത് അതൊന്ന് മനസ്സിൽ കൊണ്ടുവരിക, അത് സംഭവിക്കും. അത് നാച്ചുറലായിട്ട് സംഭവിക്കും. നമ്മളതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കുറേ വർഷങ്ങൾക്ക് മുൻപ് വളരെ യാദൃശ്ചികമായിട്ടൊരു സന്യാസിയെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ഇരുന്നിട്ട് ആൾത്തറയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. വളരെ നാച്ചുറലായിട്ട് വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചില ആളുകൾ, ചില ഏലസുകൾ, തകിടുകൾ, ഇതെല്ലാം ജപിക്കാൻ വേണ്ടിയിട്ട്, അവരവരുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ജപിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈവശം കൊണ്ടു കൊടുക്കും. ഇത് അദ്ദേഹം പറയുകയാണ്, കൊണ്ടുകൊടുക്കും. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം എനിക്ക് എൻ്റെ ധ്യാനവും ജപമൊക്കെ ആയിട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ ഇതിനുള്ള സമയമൊന്നുമില്ല. എന്നാൽ ഈ കൊണ്ടുവരുന്ന ആളുകളെ നിരാശപ്പെടുത്തി മടക്കി അയക്കാനും പറ്റില്ല. ഇതെനിക്ക് പറ്റില്ല, ഇതെൻ്റെ പണിയല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് നാൾ എൻ്റെ അദ്ദേഹത്തിൻ്റെ തോളിലൊരു സഞ്ചി ഉണ്ടായിരുന്നു, ഒരു പഴയ സഞ്ചി. അപ്പോൾ ഈ സഞ്ചിയുടെ ഈ അറയിൽ ഞാനിങ്ങനെ ഇട്ട് വയ്ക്കും. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെ സൗണ്ട് കുറവാണോ, ഒരു നിമിഷം, ഇപ്പോൾ ശബ്ദം ഓക്കെയാണോ, ഒന്ന് ഞാൻ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് തരാം, കാരണം നിങ്ങൾ മെസ്സേജ് ഇടുന്നത് എപ്പോഴും ഞാൻ കാണുന്നില്ല. ഒന്ന് പറയാമോ, ശബ്ദം ഓക്കെയാണോ? ഓക്കെയാണ്. നേരത്തെ വ്യത്യാസം വന്നിട്ടുണ്ടോ, കൂടിയിട്ടുണ്ടോ? ശരി, ഓക്കെ, ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ബാഗിൻ്റെ സഞ്ചിയുടെ ഒരു അറയിൽ ഇട്ട് വയ്ക്കും. എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഈ ആളുകളെ കാണുമ്പോൾ അവർ ചോദിക്കും, സ്വാമി അത് റെഡിയായോ എന്ന് ചോദിക്കും. റെഡിയായി എന്ന് പറയും, എടുത്ത് കൊടുക്കും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പക്ഷേ അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നുണ്ടോ? അവരുദ്ദേശിക്കുന്ന കാര്യം അതിലൂടെ നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഈ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആളുകൾ കുറച്ച് എന്തെങ്കിലും ചെറിയ പണമോ അങ്ങനത്തെ എന്തെങ്കിലും പാരിതോഷികങ്ങളോ ഭക്ഷണമോ പൂജാ സാധനങ്ങളോ എന്തെങ്കിലും ഇദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ട് എന്നോട് പറയുന്നുണ്ട്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല, എൻ്റെ ജപങ്ങളിൽ ഉൾപ്പെടുത്താറില്ല. അതുപോലെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അവരെ തകിടോ ഏലസോ കൊണ്ടുവരും, ഞാൻ വാങ്ങി വയ്ക്കും, പിന്നെ അവരെ കാണുമ്പോൾ തിരികെ കൊടുക്കും, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, സ്വാമി അപ്പോൾ എങ്ങനെയായിരിക്കും അത് സംഭവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, ഞാൻ ബോധപൂർവം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാനിത് അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലൊന്ന് ചിന്തിക്കും, അവർക്കൊരു നല്ലത് വരണേ, അവർ ആഗ്രഹിക്കുന്നത് സംഭവിക്കണേ എന്ന മനസ്സിലൊന്ന് ചിന്തയോടുകൂടി അവിടെ കൊടുക്കും. അത്രേ വേണ്ടൂ. ആ ചിന്തയാണ് നേരത്തെ പറഞ്ഞ ഈ പവർഫുള്ളായിട്ടുള്ള ആയുധം. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ മനസ്സ് ഓൾറെഡി സ്ട്രോങ് ആണ്, പവർഫുള്ളാണ്. എന്നാൽ ഈ പവർ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ തകിടും പിടിച്ച് പൂജകളും പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങളോ മണിക്കൂറുകളോ ആഴ്ചകളോ ഒക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കളയണം. എൻ്റെ പോയിന്റ് മനസ്സിലായി. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ഒരു ശരാശരി ഒരു ആയുധമുണ്ട്, അതിന് ആവശ്യങ്ങൾക്ക് വേണ്ടി രാഗി ചിട്ടപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ ഷേപ്പ് മാറ്റുന്നത് പോലെ അതാത് സമയം ചെയ്യേണ്ടി വരും. പക്ഷെ ഓൾറെഡി പവർഫുൾ ആയിട്ടുള്ളൊരു ആയുധമുണ്ട് എങ്കിൽ വേറെ സമയതാമസം കാലതാമസം ഒന്നും വരില്ല, പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിക്കും. ചില വ്യക്തികൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ പേഴ്സണലി എന്ത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് എന്ന്. എന്ത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ പറയാറുണ്ട്, ഞാൻ പ്രത്യേകിച്ച് ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറില്ല. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകുന്നത്? അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അതൊരു പാകപ്പെടലാണ്, ഒരു ആയിത്തീരലാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളൊരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്യണം, ഒരു തിരക്കിനിടയിൽ നിന്ന് കാറ് പാർക്ക് ചെയ്യണം, അതിനുള്ള സ്പേസ് കിട്ടണം. നിങ്ങൾക്കറിയാം നല്ല തിരക്കാണ്, പക്ഷെ അതിനുള്ള സ്പേസ് കിട്ടണം. എന്ത് ടെക്നിക്കാണ് നേരം പ്രയോഗിക്കാനുള്ളത്?
നിങ്ങൾക്ക് അഫർമേഷൻ എഴുതാനുള്ള സമയമുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനുള്ള സമയമുണ്ടോ? വിഷൻ ബോർഡ് ഉണ്ടാക്കാനുള്ള സമയമുണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുള്ള സമയമുണ്ടോ ഒന്ന് കാറ് പാർക്ക് ചെയ്യാൻ? അല്ലെങ്കിൽ നിങ്ങളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടണം. നിങ്ങൾ എന്ത് ടെക്നിക്ക് ഉപയോഗിക്കും? ഇവിടെയാണ് നേരത്തെ പറഞ്ഞ കാര്യം, ചിന്ത. ജസ്റ്റ് ഒരു ചിന്ത കൊടുക്കുക. എനിക്കൊരു സീറ്റ് വേണം, എൻ്റെ കാറൊന്ന് പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അത് സംഭവിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിമിഷങ്ങൾക്കുള്ളിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കേണ്ട കാര്യമാണ്. അതിന് നമുക്ക് മറ്റൊന്നിനും സമയമില്ല. അപ്പോൾ ഇവിടെയാണ് ഓൾറെഡി നമ്മുടെ മനസ്സ് അത്രയും പവർഫുള്ളാക്കി വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം. സ്വാഭാവികമായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇത് സംഭവിക്കും. സ്വാഭാവികമായിട്ട് തന്നെ ഇത് സംഭവിക്കും. അതായത് നിങ്ങളുടെ മനസ്സ് അത്രയും ഷാർപ്പായി വരും, അത്രയും സ്ട്രോങ് ആയി വരും, പവർഫുള്ളായിട്ട് വരും. പക്ഷേ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. നമ്മൾ സാധാരണ പറയാറില്ലേ, ഏതൊരു ആക്ഷനും റിയാക്ഷൻ ഉണ്ടാകും ഒന്ന്. അതുപോലെ ഇഫക്റ്റ് ഉണ്ടോ, സൈഡ് ഇഫക്റ്റും ഉണ്ടാകും. ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ടാകും, ഇഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് ഇഫക്റ്റും ഉണ്ടാകും. അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. ഒരു മെഡിസിൻ ആയിക്കോട്ടെ, ഒരു പ്രക്രിയ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മൾ പറയുകയാണ് ഇതിന് ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല. ഉറപ്പിച്ചോളൂ, സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇഫക്റ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇഫക്റ്റ് ഉണ്ടോ, സൈഡ് ഇഫക്റ്റും ഉണ്ട്, പാർശ്വഫലങ്ങളുമുണ്ട്. ലോ ഓഫ് അട്രാക്ഷന് ഇഫക്റ്റ് ഉള്ളതുപോലെ തന്നെ സൈഡ് ഇഫക്റ്റുമുണ്ട്, പാർശ്വഫലങ്ങളുമുണ്ട്. ഇവിടെയാണ് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. അത്തരം കാര്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ അപകടങ്ങളുണ്ടാകും. ആ അപകടങ്ങളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തമാശയ്ക്ക് പോലും ഒരു നെഗറ്റീവ് പറയരുത്. കാരണം ഇത് തമാശയാണെന്നറിയാം ആർക്ക്? കോൺഷ്യസിനെ. പക്ഷെ സബ് കോൺഷ്യസിന് അതൊന്നുമില്ല. സബ് കോൺഷ്യസ് അതൊരു ഡേറ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, നമ്മളൊരു തമാശ പറയുന്ന സമയത്ത് നമ്മൾ വളരെ ഹാപ്പിയാണ്. അതായത് മാനസികമായിട്ടൊരു ഹൈ വൈബ്രേഷനിലാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹൈ വൈബ്രേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ളിലേക്ക് പോകുന്ന ഡേറ്റ, വിവരങ്ങൾ മാനിഫെസ്റ്റേഷന് വിധേയമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ നിർബന്ധമായിട്ടും ഇത് ശ്രദ്ധിക്കണം. ഒരു തമാശയ്ക്ക് പോലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയരുത്. ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. ഉദാഹരണങ്ങൾ പറയാത്തതിന് കാരണവും ഇത് തന്നെയാണ്. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ പറയുമ്പോൾ അതിന് നല്ല മോഡുലേഷൻ ഉണ്ടാകും. മനസ്സിൻ്റെ പരമാവധി ഉള്ളിലേക്ക് അത് ആഴ്ന്നിറങ്ങാനുള്ള സാധ്യതകളുമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യും, അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇത് മാത്രം ഓർത്ത് വെച്ചോളൂ, ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും തമാശയ്ക്ക് പോലും പറയരുത്. നമ്മൾ ചിലപ്പോൾ തമാശകൾ നെഗറ്റീവ് ഉൾക്കൊള്ളിക്കാറുണ്ട്. ചെയ്യരുത്. പൂർണ്ണമായിട്ടും പോസിറ്റീവായിരിക്കുക. ഒന്ന്. രണ്ട്, ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എത്രയൊക്കെ അറിവുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ചില സാഹചര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ നമ്മളിലേക്ക് വന്നു പോകും. അത് ചിന്തകൾ വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വാഭാവികമായിട്ടുള്ള ചിന്തകളായിട്ട് കടന്നു വന്നേക്കാം. ഒന്ന്, ചിലപ്പോൾ ആശങ്കകളായിട്ടോ ആകുലതകളായിട്ടോ കടന്നു വന്നേക്കാം. ഒന്ന്. രണ്ട്, ചിലപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ ഒരു അവസ്ഥ കാണുമ്പോൾ, ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥ കാണുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. ഇല്ലേ? അങ്ങനെ ചിന്തിക്കാറില്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഒന്ന് എഴുതിയിട്ടേക്ക് നോക്കട്ടെ, എത്രമാത്രം ഉണ്ടെന്നറിയാമല്ലോ. അതോ എനിക്ക് മാത്രമാണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്നറിയാമല്ലോ. ഒന്ന് എഴുതിയെടുക്കാനിട്ട്. യെസ്. അപ്പോൾ ഇതുപോലെയുള്ള ചില സംഗതികൾ സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും വൈകാരിക ഭാവത്തോടു കൂടിയായി ഡേറ്റ ഉള്ളിലേക്ക് പോകുന്നത് അത് സംഭവിക്കും. ഒരു
4-5 വർഷം മുൻപ് എൻ്റെ ഒരു അനുഭവം ഞാൻ അന്ന് വീഡിയോ ആക്കിയിട്ടിരുന്നു, എൻ്റെ കൈ ഒടിഞ്ഞ ഒരു സംഗതി. അത് കാര്യം ഇത്രയേ ഉള്ളൂ. ആ വീഡിയോ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ ഓഫീസിൻ്റെ സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് ഒരാളൊരു കൈ ഇങ്ങനെ തൂക്കിയിട്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വൈകാരികമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഒരല്പസമയത്തേക്കൊന്ന് കയറി നിന്നു, ആലോചിച്ചു എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ എന്ത് മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കും അദ്ദേഹം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവന കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് അധികം വൈകാതെ തന്നെ പോയി. വിത്തിൻ 1 or 2 days എനിക്കത് സംഭവിച്ചു. പേഴ്സണലി എനിക്കത് സംഭവിച്ചു. ഞാൻ ആലോചിക്കുക, എനിക്ക് ഒരു 17-18 വയസ്സുള്ള സമയത്തെ 2 വീലർ നന്നായിട്ട് ഉപയോഗിക്കുന്ന എത്രയോ ലോങ് ഡിസ്റ്റൻസ് ഞാൻ ഡ്രൈവ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇത് ഒരു കാര്യവുമില്ലാതെ അവിടെ സംഭവിച്ചു. എന്നാൽ കമ്പാരിറ്റീവ്ലി മറ്റു കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് സേഫായിരുന്നു. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു കുഞ്ഞു പൊട്ടൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് സംഭവിച്ചു. അപ്പോൾ ഈ വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ, അതുപോലെ മനസ്സിലൂടെ നെഗറ്റീവ് എപ്പോഴെങ്കിലും അറിയാതെ ആണെങ്കിൽ പോലും കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, അത് സംഭവിക്കാതിരിക്കാൻ. 2, സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നു, എൻ്റെ മനസ്സിലൂടെ ആ വിധത്തിലൊരു ചിന്ത കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം? 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ ഈ ഒരു ഡേറ്റ ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ചിത്രം ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ആ ചിത്രത്തിന് മുകളിലായിട്ട് റെഡ് കളറിൽ ബോൾഡായിട്ട് ഒരു ഇൻറ്റു മാർക്ക്, അതായത് നമ്മൾ ആൻസർ ഷീറ്റിലൊക്കെ എഴുതി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു ബോൾഡ് ഇൻറ്റു മാർക്ക് കൊടുക്കില്ലേ, റെഡ് കളർ ഇൻറ്റു മാർക്ക് കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് ഇൻറ്റു മാർക്ക് കൊടുത്തേക്കുക. ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ഒരു ഇൻറ്റു മാർക്ക് കൊടുത്തേക്കുക. ഒന്ന്, അത് നിർബന്ധമായിട്ടും ചെയ്യുക. അതിൻ്റെ പിന്നിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് അനുകൂലമായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻ, അതായത് നമ്മൾ എന്ത് ചിന്തയാണോ കടന്നു പോയത് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള എന്നാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അഫർമേഷൻ കൊടുക്കുക. ഒന്ന്, എൻ്റെ ആരോഗ്യം വളരെയധികം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു, എൻ്റെ സമ്പത്ത് വളരെയധികം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ വിധത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക, നിർബന്ധമായിട്ടും കൊടുക്കുക. ഇടയിൽ നിങ്ങൾ വീഡിയോ ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കട്ടായി പോയേക്കും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആരൊക്കെ കട്ടായി പോയി എന്ന് പറഞ്ഞ് പിന്നീട് പരാതി പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓട്ടോമാറ്റിക് കട്ടാവുന്നതാണ്. കഴിയുന്നിടത്തോളം വീഡിയോയിൽ തന്നെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുക. അതിന് മറ്റു ചില കാരണങ്ങളുമുണ്ട്, അത് പിന്നീട് ആവശ്യമെങ്കിൽ പറയാം. വീഡിയോയിലുണ്ടായിരിക്കുക. വീഡിയോ എന്ന് പറഞ്ഞാൽ വെറുതെ ഫാൻ്റെ മുകളിലേക്ക് തിരിച്ചു വെച്ചിട്ടും കാര്യമില്ല, മേ ബി നിങ്ങൾ കട്ടായി പോയേക്കാം. സോ കണ്ട് സംസാരിക്കാം നമുക്ക്. അപ്പോൾ ഒന്ന്, ഇൻറ്റു മാർക്ക് കൊടുക്കുക. അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇൻറ്റു മാർക്ക് കൊടുക്കുക. 2, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. അതല്ലാതെ അയ്യോ ഞാനത് ചിന്തിച്ചു പോയല്ലോ എന്ന് കരുതി പശ്ചാത്തപിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ പിന്നാലെ വീണ്ടും പോകുന്നു വേണ്ട. കാരണം ഒരു ചിന്തയെ വിട്ടുകളയാൻ നമുക്ക് അത്ര എളുപ്പമൊന്നുമല്ല ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് നല്ലൊരു ചിന്ത അതിൻ്റെ പിന്നിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഓവർ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ടും അത് ചെയ്യുക. ഇനി മറ്റൊന്ന്, ചില വ്യക്തികൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ എങ്ങനെ ചെയ്യും, അതായത് വളരെ പ്രശ്നത്തിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടോ അതല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റോ കണ്ടിട്ടോ വളരെ ഭംഗിയായിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. കാര്യങ്ങളിൽ വളരെ കാര്യമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. ആ സമയത്ത് ചിലപ്പോൾ യാദൃശ്ചികമായിട്ടുള്ള സംഭാഷണങ്ങൾക്കിടയിൽ ചില കാര്യങ്ങൾ കടന്നു വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവർ വിളിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ചിലപ്പോൾ ഇപ്പോൾ പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്യാറുണ്ടോ, മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് പറയും, സാറേ ഇപ്പോൾ മെഡിറ്റേഷൻ പലപ്പോഴും മുടങ്ങിപ്പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, എന്താ മുടങ്ങുന്നത്? അത് ജോലി തിരക്കുകൾ കൊണ്ട് മുടങ്ങിപ്പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ മുടങ്ങിപ്പോകും. മനസ്സിലാവും, പ്രാക്ടീസുകൾ മുടങ്ങിപ്പോകും. ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറയും. ഞാൻ അവരോട് പറയാറുണ്ട്, അത് മുടക്കരുത്, അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് അവരോട് പറയാറുണ്ട്. പക്ഷേ
അധികം വൈകാതെ തന്നെ ചിലപ്പോൾ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ഈ വ്യക്തികൾ വീണ്ടും വിളിക്കും. ഈ വ്യക്തികൾ വീണ്ടും വിളിച്ചിട്ട് പറയും ബിസിനസ്സിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ. ചിലപ്പോൾ ഒരു 3-4 ബ്രാഞ്ച് പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ. പഴയതുപോലെ ഓർഡറുകൾ വരുന്നില്ല, സ്മൂത്തായിട്ട് ബിസിനസ് പോകുന്നില്ല, അല്ലെങ്കിൽ സംതിങ് മറ്റ് പ്രശ്നങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് പരിഹാരം ചോദിച്ച് വിളിക്കും. 2 കാരണങ്ങളാണ് ഇതിലുള്ളത്. 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും. വേറെയും കാരണങ്ങളുണ്ട്, അത് പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന തിരക്കുകൾക്കിടെ നിങ്ങൾക്ക് എപ്പോഴാണ് തിരക്ക് വന്നത്? ഈ പ്രാക്ടീസുകൾ ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആയി, നിങ്ങളുടെ മനസ്സ് പവർഫുള്ളായി, ഷാർപ്പായി, നല്ല ശക്തമായിട്ടുള്ളൊരു ആയുധമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉയർച്ചകൾ സംഭവിച്ചു. പക്ഷെ ക്രമേണ നിങ്ങൾക്ക് എന്ത് പറ്റി? ഇത് ചെയ്യാൻ പറ്റാതായി, സമയം തികയാതായി. അപ്പോൾ എന്താ കുറയ്ക്കാൻ പറ്റുന്നത്? പ്രാക്ടീസുകൾ കുറയ്ക്കാൻ പറ്റും. മറ്റൊന്നും കുറയ്ക്കാൻ നിൽക്കില്ല, പ്രാക്ടീസ് കുറയ്ക്കാൻ നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഷാർപ്പ്നെസ്, പവർ, സ്ട്രെങ്ത് മെല്ലെ 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 താഴേക്ക് വന്നു. ഇതാ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 1. 2, ഓരോ പ്രാവശ്യം മെഡിറ്റേഷൻ മുടങ്ങുമ്പോഴും, ഓരോ പ്രാവശ്യം പ്രാക്ടീസ് മുടങ്ങുമ്പോഴും നിങ്ങൾ സ്വയം മനസ്സിൽ സങ്കല്പിക്കുകയാണ്, അയ്യോ എൻ്റെ ബിസിനസ് തിരക്കായിപ്പോയി, ഇന്ന് തിരക്ക് ഇത്തിരി കുറഞ്ഞിരുന്നെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാമായിരുന്നു, ഇന്ന് തിരക്ക് ഇച്ചിരി കുറഞ്ഞിരുന്നെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു. അറിയാതെ ആണെങ്കിൽ പോലും ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. എൻ്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അറിയാതെ ആണെങ്കിൽ പോലും അതും ഒരു ആഗ്രഹമാണ്. എൻ്റെ തിരക്ക് കുറയണം, സംതിങ്. അത് കുറയണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, ഞാനായിട്ടത് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചു. ഇങ്ങനെ 2 കാര്യങ്ങളാണ്. എന്ത് തിരക്കുണ്ടെങ്കിലും ശരി, നിങ്ങൾ പ്രാക്ടീസ് മുടക്കരുത്. അതിൻ്റെ കാരണങ്ങൾ പിന്നാലെയുണ്ട്, ഞാൻ പറയാം. അത് പറയാം. നമ്മുടെ കയ്യിലൊരു ശക്തമായിട്ടുള്ള ആയുധമുണ്ടെന്ന് വിചാരിച്ചോളൂ. എത്ര ശക്തമായിട്ടുള്ള ആയുധമാണെങ്കിൽ പോലും കാലക്രമേണ അതിൻ്റെ മൂർച്ച കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാത് സമയങ്ങളിൽ നമ്മളതിൻ്റെ മൂർച്ച കൂട്ടിയെടുക്കണം. അതല്ലാതെ തിരക്കൊഴിഞ്ഞിട്ട് ഇതിൻ്റെ മൂർച്ച കൂട്ടാമെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ ഒരു കാലത്തും അത് സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുഞ്ഞു കഥ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇദ്ദേഹം രാവിലെ കാട്ടിലേക്ക് പോകും, മരങ്ങൾ മുറിച്ചുകൊണ്ട് ധാരാളം മരങ്ങൾ ഇദ്ദേഹം മുറിച്ചുകൊണ്ട് വരും. അപ്പോൾ അതിൻ്റെ മുതലാളിക്ക് വലിയ സന്തോഷമായി. പക്ഷെ ക്രമേണ ഇദ്ദേഹത്തിൻ്റെ ഈ മരം മുറിച്ചുകൊണ്ടുവരുന്ന ക്വാണ്ടിറ്റിയിൽ കുറവ് വരാൻ തുടങ്ങി. അപ്പോൾ ഈ മുതലാളി പ്രഷർ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നേരത്തെ പോയി തുടങ്ങി, രാവിലെ കുറച്ച് നേരത്തെ പോയി തുടങ്ങി. പക്ഷേ ക്രമേണ എന്നിട്ടും കുറഞ്ഞു വരുന്നു, ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ മുകളിൽ നിന്ന് ഫോഴ്സ് വന്നു, പ്രഷർ വന്നു. അപ്പോൾ ഇദ്ദേഹം രാത്രി കുറച്ച് കൂടുതൽ സമയം പണിയെടുക്കാൻ തുടങ്ങി. പക്ഷേ എന്നിട്ടും തീരുന്നില്ല. അദ്ദേഹത്തിന് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഫൈനലി അദ്ദേഹം തളർന്ന അവശനായി വീണു പോകുന്ന ക്ലൈമാക്സിൽ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ തിരക്കിനിടയിൽ, മരം മുറിക്കാനുള്ള ഈ തിരക്കിനിടയിൽ, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഈ തിരക്കിനിടയിൽ മൂർച്ച കൂട്ടാൻ അദ്ദേഹം മറന്നുപോയി. ഇതാ സംഭവിക്കുന്നത്. ഇതേ കാര്യം തന്നെ, ഇതേ അവസ്ഥ തന്നെ നമ്മളിൽ പലരിലും പലപ്പോഴുമായിട്ട് സംഭവിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ എത്ര തിരക്കുണ്ടെങ്കിലും ശരി, പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിൻ്റെ മറ്റു ചില കാരണങ്ങളുണ്ട്, അത് നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. ഇനി മറ്റൊന്ന്, ചില വ്യക്തികൾ പറയാറുണ്ട്, സാറേ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എൻ്റെ കുറേ ബന്ധങ്ങൾ അകന്നുപോയി. ചിലപ്പോൾ ചില ബന്ധങ്ങളിൽ തകർച്ച വന്നു പോയി, അല്ലെങ്കിൽ ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ, ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെയുള്ള, ഫാമിലിക്കുള്ളിൽ തന്നെയുള്ള ചില ബന്ധങ്ങൾ ഇങ്ങനെ മാഞ്ഞു പോകുന്നത് മാതിരി പോയി. അതായത് മാഞ്ഞു പോകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണമില്ല. ചില റിലേഷൻഷിപ്പുകളൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഇന്ന കാരണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് ഒരു കാരണവുമില്ല, തമ്മിൽ പിണങ്ങിയിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ അകന്നു പോകുന്നു, ഒരു ഡിറ്റാച്ച്മെൻറ്റ് വന്നിരിക്കുന്നു. ഇപ്പോൾ അവർ വിളിക്കാറില്ല, ഇപ്പോൾ അവർ സംസാരിക്കാറില്ല, കണ്ടാൽ തന്നെ പഴയ പോലെയുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല.
ഇങ്ങനെ ചിലർ പറയാറുണ്ട്. എന്താണ് അതിന് കാരണം? അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. എന്താണെന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു തത്വമുണ്ട്, ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. പരസ്പരം സമാനമായതാണ് ആകർഷിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് മാനസികമായിട്ടും വൈകാരികമായിട്ടും എല്ലാം ഈ പറയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പോലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം തന്നെയായിരുന്നു നിങ്ങളുടെ വൈബ്രേഷനും. പക്ഷേ ഇപ്പുറത്ത് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ എനർജി ലെവൽ, നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ മാറി, ഉയർന്നു. അതിനനുസരിച്ചിട്ട് അവർക്ക് ഉയരാൻ പറ്റിയില്ല. അങ്ങനെ വന്ന സമയത്ത് എന്താ, ഒന്നുകിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ അവരങ്ങോട്ട് പോയി. ഒരു ഡിറ്റാച്ച്മെൻ്റ് അവിടെ വന്നു. ഇത് ഈ റിലേഷൻഷിപ്പുകളിലുണ്ടാകുന്ന ഈ ഡിറ്റാച്ച്മെൻറ്റ്, അതിനെക്കുറിച്ച് ഒത്തിരി വ്യക്തികൾ അന്വേഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് പറയൂ, കമൻറ്റ് ബോക്സ്, ചാറ്റ് ബോക്സിൽ ഒന്ന് പറയൂ, കേൾക്കട്ടെ. ഇത് പരസ്പരം അറിയാൻ കൂടിയാണ് കേട്ടോ ഞാനിത് കമൻറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. രണ്ടാമത് നിങ്ങളൊന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഈ ഡിറ്റാച്ച്മെൻറ്റ് വരുന്നതിൻ്റെ കാരണം, ഈ അകൽച്ച വരുന്നതിൻ്റെ കാരണം ഇതാണ്. നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ എനർജി ലെവല് ഒന്ന് ഉയരും, ഒന്ന് മാറും. അവളേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകും. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, ശരിക്കും നമ്മൾ എന്തിനാണ് ശ്രമിക്കുന്നത്? നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലേ? എനർജി ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് നമ്മളെപ്പോലെ തന്നെ പ്രപഞ്ചവും വഴിയൊരുക്കി തരും എന്നുള്ളത്, അല്ലേ? ആൽക്കെമിസ്റ്റിൽ പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതിനോടൊപ്പം പ്രപഞ്ചവും കൂടെ ഉണ്ടാകും, ചുറ്റുപാടുകളും കൂടെ ഉണ്ടാകും, വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വിഷ്വലൈസേഷനിലെയും അഫർമേഷനിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡിലൂടെയും ഒക്കെ നമ്മുടെ എനർജി ലെവൽ, നമ്മുടെ ചിന്തകളും ഒക്കെ ഉയർത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു സുഹൃത്ത്, കൂട്ടുകാരനായിക്കോട്ടെ, കൂട്ടുകാരിക്കോ ആയിക്കോട്ടെ, ഒരു കുടുംബാംഗമായിക്കോട്ടെ, അതേ വിധത്തിൽ, പണ്ടുണ്ടായിരുന്ന അതേ വിധത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഒന്ന് പറയാമോ? ഞാൻ മ്യൂട്ട് മാറ്റിത്തരാം, കുറേ സമയമായിട്ട് മിണ്ടാതിരിക്കില്ല, ഒന്ന് പറഞ്ഞു നോക്കൂ. എന്താ സംഭവിക്കുക? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, മറ്റേയാൾ പ്രാക്ടീസ് ചെയ്യുന്ന നോർമലി ഇങ്ങനെ പോകുന്നുണ്ട്. പണ്ടുണ്ടായിരുന്ന അതേ തീവ്രതയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പറയും. നമ്മൾ ഡിറ്റാച്ച് ആവും, അതൊക്കെ. ഡിറ്റാച്ച് ആയിട്ടില്ല എങ്കിൽ, അതേമാതിരി തന്നെ ചേർന്ന് നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കും? അവർ നമ്മുടെ വഴിക്ക് വരാനാണോ തിരിച്ചു പോകാനാണോ സാധ്യത? നോർമലി അവര് വഴിക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ, അതിനെ തള്ളിക്കളയുന്നില്ല, തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. നമ്മുടെ എനർജി ലെവല് ലോ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവാം. കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, തള്ളിക്കളയാൻ പറ്റില്ല. ഒന്ന്, പിന്നെ പറയും. വെരി ഗുഡ്. അവരുമായിട്ട് നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്യുന്നതിനപ്പുറം നിങ്ങൾ ഏത് വിധത്തിലുള്ള സംഭാഷണങ്ങൾ, ഏത് വിധത്തിലുള്ള വിഷയങ്ങളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്? പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ മാത്രമായിരുന്നോ? അല്ല, മറ്റു വിഷയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മാറി വന്നിട്ടില്ല. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്, പ്രതികൂലമായിട്ടുള്ള വിഷയങ്ങൾ, തമാശകൾ പോലും പറയരുതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് അറിയില്ല. സോ അവർ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ചിന്തകൾ താഴേക്ക് പോകും. ഒന്ന്. ഇനിയുമുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിറ്റേഷനോ അഫർമേഷനോ ഒക്കെ എടുക്കുന്ന, ഗ്രാറ്റിറ്റ്യൂഡിനോ ഒക്കെ എടുക്കുന്ന സമയം, ഉപയോഗിക്കുന്ന സമയം, അതിൽ കുറച്ച് നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ അവിടെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ ഈ വ്യക്തികൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. ഇനിയിപ്പോൾ അത് ചെയ്തിട്ട് വേണം എന്ന് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിറ്റാച്ച്മെൻറ്റ്
അവിടെ നിലവിൽ വരും. കാരണം നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടുന്ന, ആ മാർഗങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇത് അവിടെ നിലവിൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില വിഷമങ്ങൾ അവിടെ ഉണ്ടാകും. എൻ്റെ ബാല്യകാലം മുതലേ ഉള്ള സുഹൃത്ത് ഇപ്പോൾ കുറച്ചായിട്ട് എന്നെ മിണ്ടുന്നില്ല, എന്നോട് വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഇങ്ങനെ പല സങ്കടങ്ങളും ചിലപ്പോൾ വരും അവിടെ ഉണ്ടാകും. അതിൻ്റെ കാരണം ഇതാണ്. അതിന് 2 വിധത്തിൽ പരിഹാരമുണ്ട്. ഒന്ന്, വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം, ഈ കയറിയ പടവുകൾ ഇറങ്ങിയിട്ട് തിരിച്ചു പോകാം. 1. 2, അവരെ കൂടി കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാം. അവരെ കൂടി ക്രമാനുഗതമായിട്ട് കൈ പിടിച്ചുയർത്തിക്കൊണ്ടുവരാം. അവരുടെ വൈബ്രേഷൻ ഉയർത്തിയാൽ മതി, പ്രശ്നം കഴിഞ്ഞു. നമ്മളോടൊപ്പം നിൽക്കും, അവർക്കും അത് ഗുണം തന്നെയാണ്, നിൽക്കും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു ഇലക്ട്രിക് ലൈനിൽ, ചാർജുള്ള സപ്ലൈ ഉള്ള ഒരു ഇലക്ട്രിക് ലൈനിൽ മെയിൻ്റനൻസ് ചെയ്യുന്നത് പോലെ അത്രമാത്രം ശ്രദ്ധയോടുകൂടി ചെയ്യണം. സപ്ലൈ ഉള്ള ഇലക്ട്രിക് ലൈനിൽ മെയിൻ്റനൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഷോക്ക് അടിക്കും, താഴെ വീഴും. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇതാണ്. ഇത് ചിലപ്പോൾ നമ്മൾ വളരെ അടുത്ത ബന്ധുക്കൾ പോലും വിട്ടുപോകും. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകില്ല, ഇങ്ങനെ മാഞ്ഞു പോകുന്നത് പോലെ ചിലപ്പോൾ പോയേക്കാം. അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ജോലിയുടെയും മറ്റ് തിരക്കുകളുടെയും കാര്യം പറയുന്നത് പോലെ ചിലപ്പോൾ പറയും, എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ സിനിമ കാണാൻ പോയത് കൊണ്ട് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സംതിങ്. ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവരെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം, എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ച് കൊണ്ടുവരാം, ഇതുപോലെ കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവരാം. പക്ഷെ അതിലപ്പുറമുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കണം. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള വാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത് സംഭവിക്കാനിടയുള്ള മറ്റൊരു കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തു, ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായി, ഗംഭീരമായിട്ടുള്ള പരിവർത്തനങ്ങളുണ്ടായി. എന്നാൽ കുറച്ച് കാലത്തിനപ്പുറം വീണ്ടും പഴയതുപോലെ തന്നെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അതായത് റോക്കറ്റ് ഇങ്ങനെ കുതിച്ചുയർന്ന് മുകളിലേക്ക് പോയിട്ട് നേരെ ഓപ്പോസിറ്റ് വരുന്നതിന് സമാനമായിട്ട് സംഭവിക്കുന്ന വ്യക്തികളുണ്ട്. ഇതിന് വളരെ പ്രധാനപ്പെട്ടതും അധികം പേർക്ക് അറിയാത്തതോ ശ്രദ്ധിക്കാത്തതോ ആയിട്ടുള്ള ചില സംഗതികൾ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാരണങ്ങൾ പോലും അവിടെ ബാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് ഒരുപാട് സാധ്യതകളുള്ളതുപോലെ തന്നെ ഒത്തിരി സങ്കീർണതകളുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ഒരു വീഴ്ച അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോക്കൂ, നമ്മൾ എങ്ങനെയാണ് കയറി വന്നിരിക്കുന്നത്. ഞാനൊരു കുഞ്ഞുദാഹരണം പറഞ്ഞുതരാം. ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് ആലോചിക്കൂ. നിറയെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് ആലോചിക്കൂ. ആ പറമ്പായിരുന്നു, അല്ലെങ്കിൽ ആ പറമ്പിന് സമാനമായിരുന്നു നിങ്ങളുടെ മനസ്സ് ഒരിക്കൽ. അവിടെ മുൾച്ചെടികളുണ്ട്, പാഴ്മരങ്ങളുണ്ട്, പിന്നെ ഇടയ്ക്ക് ആവശ്യമുള്ള ഫലം തരുന്ന നല്ല മരങ്ങളുമുണ്ട്, കുറച്ചാണെങ്കിൽ പോലും. ഇങ്ങനെയായിരുന്നു ഒരു സമയത്ത് നമ്മുടെ മനസ്സുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പറമ്പിനെ നമ്മൾ വൃത്തിയാക്കി. നമുക്ക് ആവശ്യമില്ലാത്ത മുൾച്ചെടികളെയും പാഴ്ചെടികളെയും എല്ലാം നമ്മൾ വെട്ടി കളഞ്ഞ് വൃത്തിയാക്കി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചു. അതുപോലെ നല്ല ഫലം ഉണ്ടാകുന്ന കുറച്ച് മരങ്ങളും വിത്തുകളുമൊക്കെ നമ്മളവിടെ പുതുതായിട്ട് പ്ലാൻ ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ആദ്യമുണ്ടായിരുന്ന പാഴ്മരങ്ങളും ചെടികളും കളകളും ഒക്കെ നമ്മൾ പറിച്ച് വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ വിത്തും വേരുമൊക്കെ ആ പറമ്പിൽ അവശേഷിക്കുന്നുണ്ട്. നമ്മൾ കാണാതെ, നമ്മൾ അറിയാതെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇത് അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ, ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നാൽ ഇത് വീണ്ടും ഉയർന്നു വരും.
ഒരു മഴ പെയ്താൽ ഈ അടിയിലുള്ള വിത്തുകളും വേരുകളും എല്ലാം വീണ്ടും മുളച്ചു പൊന്തും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പുതുതായിട്ട് നട്ട വിത്തുകളും മരങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് വേര് പിടിച്ച് വരുന്നതേ ഉള്ളൂ, അതിനെ കവിച്ച് വയ്ക്കും, അതിനെയും കടന്ന് വളർന്നു പോകും. കാരണം എന്താണെന്നറിയാമോ? അത് ഓൾറെഡി ആ ഭൂമിയുമായിട്ട്, ആ മണ്ണുമായിട്ട് താതാത്മ്യം പ്രാപിച്ചതാണ്, സെറ്റായി കഴിഞ്ഞതാണ്. പക്ഷെ നമ്മൾ പുതുതായിട്ട് നട്ട വിത്തുകളും തൈകളും അങ്ങനെയല്ല, അത് ആ ഭൂമിയുമായിട്ട് ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മറ്റേതിന് ഒരു തുള്ളി വെള്ളം മതി ഉയർന്നു പൊന്തിപ്പോകാൻ. ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്? ഒന്ന്, നേരത്തെ പണ്ട് നമ്മൾ കടന്നു പോയിരുന്ന സാഹചര്യങ്ങൾ, ഇന്ന് ചിലപ്പോൾ രാവിലെ 5 മണിക്കോ 6 മണിക്കോ എണീറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ടാകും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകും, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഈ യാത്രയുടെ ഇടയിൽ ഇത് ചില സാഹചര്യങ്ങളിൽ ബ്രേക്കാവും. ഒരുപക്ഷെ ഒരു സൺഡേ രാത്രി കൂടുതൽ സമയം ഒരു സിനിമ കണ്ടിരുന്നു, ചിലപ്പോൾ പുലർച്ചെ 2 മണി വരെ 3 മണി വരെ നിങ്ങൾ സിനിമ കണ്ടിരുന്നു, കിടന്നുറങ്ങി, അതുകൊണ്ട് രാവിലെ ഉണർന്നില്ല. അതിനടുത്ത ദിവസം ഉണർന്നില്ല, ട്യൂസ്ഡേ ഉണർന്നില്ല. ഇത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വിചാരിച്ചു എന്തായാലും ഈ ആഴ്ച എങ്ങനെ പോട്ടെ, അടുത്ത ആഴ്ച മുതൽ ചെയ്യാം. അടുത്ത ആഴ്ച ആയപ്പോൾ വിചാരിച്ചു 1-ാം തീയതി മുതൽ ചെയ്യാം. വിട്ടു, ഓരോന്നായിട്ട് വിട്ടു വരിക. നമ്മൾ സമയപരിമിതിയും സാഹചര്യങ്ങളുടെ അഭാവം എന്നൊക്കെ പറഞ്ഞ് വിട്ട് വരിക. ഇതിനനുസരിച്ചിട്ട് പഴയ സംഗതികൾ കയറി വന്നുകൊണ്ടേയിരിക്കും. 1. 2, നമ്മുടെ ഈ സമൃദ്ധമായ യാത്രയുടെ ഇടയിൽ ഈ പറഞ്ഞ വിത്തുകളുമായിട്ട്, പഴയ പാഴ്ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ വിത്തുകളുമായിട്ട് ചില പഴയ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് വരും. ഞാൻ ഒരു പഴയ രസകരമായിട്ടുള്ള അനുഭവം പറഞ്ഞുതരാം. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ മീൻസ് സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ, ഒരു UP സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ, ഞാനൊരു നാട്ടിൻ പുറത്താണ് ജനിച്ച് വന്നിരുന്നത്. അപ്പോൾ വീട്ടിൽ ഈ പശു അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് പുല്ല് ഒക്കെ പറിച്ചു കൊണ്ടുവരണം. പുറത്ത് കുറച്ച് പാടമൊക്കെ ഉണ്ട്, ഞങ്ങളുടെ പാടമല്ല, വേറെ പാടം, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, തുറസായ സ്ഥലങ്ങൾ, വയലുകൾ, ഇവിടെയൊക്കെ പോയിട്ട് പുല്ല് പറിച്ചിട്ട് വരും. അപ്പോൾ ഈ പുല്ല് പറിച്ചിട്ട് ചിലതിന് വേരിൽ, നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, അതിൻ്റെ വേരിൽ ചെളിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് കഴുകാൻ ഒന്നുകിൽ ചെറിയൊരു തോടുണ്ട്, ചെറിയൊരു നദിമാതിരി ഒരു സംഗതിയുണ്ട്, അവിടെ പോകണം. പക്ഷെ അവിടെ അത്ര സുഖമല്ല. അതുകൊണ്ട് ഈ പാടത്തിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ കുളങ്ങളുണ്ടാകും. ചെറിയ കുളം എന്ന് പറഞ്ഞാൽ അത് ഈ കൃഷികൾക്ക് വേണ്ടിയിട്ടൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് കൃഷിക്കാരുണ്ടാക്കിയിരിക്കുന്ന കുളങ്ങളാണ്. അപ്പോൾ ഈ കുളങ്ങളിൽ പോയിട്ട് ഈ പുല്ലിങ്ങനെ കഴുകും. പക്ഷെ 1-2 ദിവസമായപ്പോഴേക്കും ഈ കൃഷിക്കാർ വഴക്ക് പറയാൻ തുടങ്ങി. അവിടെ അവർ ഇത് കഴുകാൻ സമ്മതിക്കില്ല. ഞങ്ങളെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് അവർ വന്ന് വഴക്ക് പറഞ്ഞിട്ട് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ വിടും. അന്ന് അവരോട് ദേഷ്യം തോന്നിയിരുന്നു, ഇവരെന്താ സമ്മതിച്ചാൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ, അയാൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്, അയാളോട് ഞാൻ പറഞ്ഞു, ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഴക്ക് പറയുന്നതിനൊരു കാരണമുണ്ട്, അവിടെ സമ്മതിക്കാത്തതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ കഴുകുന്ന ഈ പുല്ല് ചെടികളൊക്കെ ഉണ്ടല്ലോ, ഈ കഴുകുന്നതിനോടൊപ്പം ഇതിൻ്റെ വിത്ത് ഈ കുളത്തിൽ നിൽക്കും, കുളത്തിൽ പൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ കുളത്തിലെ വെള്ളം ഇവർ എടുത്തിട്ട് ഈ കൃഷികൾ, വാഴ, അങ്ങനെ പല സ്ഥലങ്ങളുമുണ്ട്, പല സംഗതികളുമുണ്ട്, അതിനെ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതവിടെ മുളച്ച് വരും. കളകൾ കൂടുതൽ മുളയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അത് സംഭവിക്കാതിരിക്കാനാണ് ആ കുളത്തിൽ ഈ പുല്ല് കഴുകാൻ ഇവർ സമ്മതിക്കാത്തത്. എൻ്റെ പോയിന്റ് മനസ്സിലായോ? ഇത് അന്നൊരു തിരിച്ചറിവായിരുന്നു, മനസ്സിലായി കൃത്യമായിട്ട്. പിന്നീട് അവരോട് ദേഷ്യം തോന്നിയിട്ടില്ല. ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത പാഴ്ചെടികളുടെ വിത്തുകളും വേരുകളും തൈകളും ഒക്കെയായിട്ട് അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ചിലരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരോട് പിണങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്, സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കണം. സുരക്ഷിതമായിട്ടുള്ള അകലം, അതായത് അത്തരം ഒരു വ്യക്തി ചിലപ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത ഒരു ഡിസ്കഷനുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷൻ കാലമാണ്, നല്ല പൊളിറ്റിക്സിൽ താല്പര്യമുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. പക്ഷേ ഓർത്തു നോക്കൂ, നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എങ്കിൽ എന്തിന് അത്തരം ചർച്ചകളിൽ പങ്കെടുക്കണം? എന്തിന് അത്തരം കാര്യങ്ങളിൽ വാഗ്വാദങ്ങൾ നടത്തണം?
ജസ്റ്റ് വിട്ടു നിൽക്കുക. അത്തരമൊരു വ്യക്തി ആ വിധത്തിലൊരു സംഭാഷണമായിട്ട് വരുന്ന സമയത്ത് ഒന്നുകിൽ പറയാം, നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം, ജസ്റ്റ് വിട്ട് കളഞ്ഞിരിക്കുക. അതല്ലെങ്കിൽ ആ വിഷയം ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ട് കളഞ്ഞിരിക്കുക, മറ്റൊരു വിഷയത്തിലേക്ക് അവരെ പോയേക്കുക. എന്തു തന്നെയായാലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒന്നും, ഇനി ഇലക്ഷൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഒരു സിനിമയുടെ സ്റ്റോറി ഡിസ്കസ് ചെയ്യാനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ തലേ ദിവസം കണ്ട സീരിയലിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാനായിരിക്കും വരുന്നത്. ആ സീരിയൽ ഇങ്ങനെ അവസാനിച്ച് എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്തിന്ന് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റേ ക്യാരക്ടറിനെ കുറിച്ച് എന്ത് തോന്നുന്നു? നത്തിങ്. നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതിനെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞേക്കുക. അതിൻ്റെ കാരണം ഇതാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഓൾറെഡി നമ്മൾ പണ്ട് കുറേ കാലം ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഇത്തരം ചിന്താഗതികളിലൂടെ, ഇത്തരം കാഴ്ചപ്പാടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ മതി, വീണ്ടും ആ ഭാഗത്തേക്ക് കൂപ്പുകുത്തി പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ഇനിയും പറഞ്ഞുതരാം. ഈവൻ നമ്മുടെ വസ്ത്രധാരണം പോലും ലോ ഓഫ് അട്രാക്ഷനിൽ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു കാര്യമാണ് ആക്ട് ആസ് ഇഫ്. നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ടാകും, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നറിയില്ല. ആക്ട് ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് ഓൾറെഡി ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ കൊണ്ടുവരണം. നമ്മൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേജിലെ മൈൻഡ് സെറ്റ് ഓൾറെഡി നമ്മളിൽ കൊണ്ടുവരണം. ആ മൈൻഡ് സെറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒന്നാണ് വസ്ത്രധാരണം. അപ്പോൾ വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് തമാശയ്ക്കായിട്ട് ആ ക്ലാസ്സിനിടയിൽ തന്നെ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഒരാൾക്ക് ഒരു പോലീസുകാരനാകണം, പോലീസിൽ ജോലി ഉണ്ടാകണം എന്ന് കരുതി ആ യൂണിഫോം ഇപ്പോഴേ ഇട്ട് നടക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം ഡ്യൂട്ടിയിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ധരിക്കുന്ന വസ്ത്രധാരണമുണ്ട്. മനസ്സിലാവുന്നുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് അല്ലേ? വസ്ത്രമുണ്ട്. ആ വിധത്തിലുള്ള വസ്ത്രം, നിങ്ങളൊരു അധ്യാപകനോ അധ്യാപികയോ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വിധത്തിലുള്ള വസ്ത്രം നമ്മൾ ധരിക്കണം. മനസ്സിലാവും? അറ്റ്ലീസ്റ്റ് അതിനടുത്തെങ്കിലും ധരിക്കണം. ഇങ്ങനെയാണ്. കാരണം ഈ മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിലേക്ക് വരാം. ധരിക്കണം. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ സമയത്തുണ്ടാകും. ഇതിനിടയിൽ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഷർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് ഉണ്ടാവില്ല, അയൺ ബോക്സ് വർക്ക് ചെയ്യില്ല. അപ്പോൾ വിചാരിക്കും സാറില്ല, ഇന്നത്തേക്ക് അയൺ ചെയ്യണ്ട. അപ്പോൾ അന്ന് അയൺ ചെയ്യാതെ ഇട്ട് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. അതിനടുത്ത ദിവസം ഇത് തന്നെ തുടർന്നു. മൂന്നാമത്തെ ദിവസം നിങ്ങളൊരു ടീഷർട്ട് ഇട്ടിട്ട് പോയി. പിന്നെ മെല്ലെ ഈ അയൺ ചെയ്യുന്ന പ്രക്രിയ കുറഞ്ഞു. വാസ്തവത്തിൽ ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ സാവധാനം ഇടിവ് വരികയാണ്. ഒരു വലിയ ബിൽഡിംഗ് നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ താഴെ നിന്ന് ഓരോരോ കല്ലുകൾ ഇളകിപ്പോകുന്ന ഒരവസ്ഥ വരും. ഫൈനലി ഈ കൊട്ടാരം താഴെ വീണു പോകും. ഇതാ സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ ചില ആളുകൾ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളാരും ഇതുവരെ ചോദിച്ചില്ല, മൈക്ക് മ്യൂട്ട് ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ചോദിക്കാറുണ്ട്. വളരെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അതിസമ്പന്നരായിട്ടുള്ള ചിലരുടെ വസ്ത്രധാരണം നോക്കിയാൽ വളരെ ലളിതമായിരിക്കും, വളരെ ലളിതം. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആളാരാണ്, ഞാനൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടെ, പേര് പെട്ടെന്ന്. ഫേസ്ബുക്കിൻ്റെ ഒന്ന് പറയൂ. സുക്കർബർഗ് അല്ലേ? സുക്കർബർഗ്. അദ്ദേഹത്തിന്റെ വസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡ്രസ്സിംഗ് സ്റ്റൈല് ഏതാ? ഒരേ കളർ തന്നെയാണ്. ഒരു സാധാരണ ഒരു ടീഷർട്ടും ഒരു ജീൻസോ അങ്ങനത്തെ എന്തെങ്കിലുമാണ്. അതുപോലെ ആരോ ബോച്ചെ പറയുന്നുണ്ട്, അദ്ദേഹം വളരെ സാധാരണമായിട്ടുള്ള വസ്ത്രധാരണമാണ് അല്ലേ? ഇതുപോലെ പലരുമുണ്ട്. നമ്മൾ അതിസമ്പന്നരായിട്ടുള്ള ചില വ്യക്തികളെ എടുത്തു നോക്കിയാൽ വളരെ ലളിതമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കോ? ചോദ്യമാണ്. നമ്മളിവിടെ പറയുന്നു നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു വിഭാഗം പേര് വളരെ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നു. അവർക്ക് ഒരു പ്രശ്നവുമില്ല. ബെല്ലനേസോ ടെല്ലനേസൊക്കെയാണ്. എന്താ കാരണം? എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മൈൻഡ് സെറ്റ് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നതേ ഉള്ളൂ. അവർക്ക് ഓൾറെഡി ആ മൈൻഡ് സെറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ ഉണ്ട്.
ആൾറെഡി ഒരു വസ്ത്രം ധരിച്ചിട്ട് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ട ആവശ്യം അവർക്കില്ല. ഓൾറെഡി സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള റിച്ച് മൈൻഡ് സെറ്റ് അവിടെ ഉണ്ട്. അതാണ് ആ വ്യത്യാസം. പക്ഷേ നമ്മൾ ഈ ഒരു മാറ്റം, ആ മാറ്റത്തിൻ്റെ വഴിയിൽ വരുന്ന സമയത്ത് ഓരോരോ കല്ലുകളായിട്ട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ അവിടെ സംഭവിക്കരുത്. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത ഭാഗത്തിലേക്ക് വരാം. അതിനു മുൻപ് ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളൊക്കെ ചോദിക്കൂ. അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കൂ. ആ സെഷൻ കഴിഞ്ഞിട്ട് പോകാം. എന്താണ് ക്ലിയർ ആവുന്നില്ല? ചോദിച്ചോളൂ. പ്രാക്ടീസ് വിട്ടുപോകുന്നത് ഇടയ്ക്ക് വിട്ടുപോവേ. യെസ്, വിട്ടുപോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. നോക്കൂ, നമുക്ക് എത്ര സമയമില്ലെങ്കിലും ശരി, ചിലപ്പോൾ ചില അമ്മമാരൊക്കെ പറയാറുണ്ട് കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് ആക്ടിവിറ്റികൾക്ക് പറ്റുന്നില്ല, മെഡിറ്റേഷന് പറ്റുന്നില്ല, ആക്ടിവിറ്റികൾക്ക് പറ്റില്ല എന്ന് ചില അമ്മമാർ പറയാറുണ്ട്. പക്ഷെ ഒന്ന് നോക്കൂ, ഇതെന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട്, വാഷ്റൂമിൽ പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നില്ലേ? മറ്റു കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നുണ്ട് ഇല്ലേ? ഇതേ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് ഇതിന് സമയം കണ്ടെത്തിക്കൂടാ? വളരെ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചായയുടെ ഗ്ലാസ്സിൽ ഈച്ച വീണു എന്നിരിക്കട്ടെ, എന്താ ചെയ്യുക? എന്തിനൊഴിവാക്കും? ചായ എടുത്ത് കളയും. ഓക്കെ, ഇനി ഒരു മദ്യം ഒഴിച്ചു വെച്ച ഗ്ലാസ്സിലാണ് ഈച്ച വീണെന്നിരിക്കട്ടെ, അപ്പോഴോ ഈച്ച എടുത്ത് കളയും. അപ്പോൾ ഈച്ച അല്ല പ്രശ്നം, പ്രയോറിറ്റിയാണ് പ്രശ്നം. നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അതാണ് പ്രശ്നം. ലോ ഓഫ് അട്രാക്ഷനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തിരിക്കും. അബ്ദുൽ കലാം സാർ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്ത ചിന്തകളാണ് ആവണം സ്വപ്നമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? നമ്മൾ ഉറക്കത്തിന് വിടാത്ത, ഉറങ്ങാൻ അനുവദിക്കാത്ത ചിന്തകളായിരിക്കണം സ്വപ്നമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ശക്തമായിട്ട് ആഗ്രഹങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ മറ്റെന്തൊക്കെ മാറ്റിവെച്ചിട്ടായാലും ശരി ഈ ആക്ടിവിറ്റികളിലൂടെ പോകും. ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. നമ്മളൊരു കൃഷി ചെയ്യുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സ്ഥലത്തിനെ വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു. ഒരാഴ്ച നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും. അല്ലാതെ മനസ്സിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇത് മാത്രം നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഒരു കൃഷിസ്ഥലം നമ്മൾ വെട്ടിത്തെളിച്ചെടുത്തിട്ട് കൃഷി ചെയ്യുന്നു. ഒരാഴ്ച നമുക്ക് എന്തെങ്കിലും തിരക്ക് കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നീട് ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ പുതുതായിട്ട് നട്ട ചെടികളൊക്കെ വാടിക്കരിഞ്ഞിട്ടുണ്ടാകും, പക്ഷേ പണ്ടുണ്ടായിരുന്ന മുൾച്ചെടികളും മറ്റ് സംഗതികളൊക്കെ ഭംഗിയായിട്ട് വളർന്നു വന്നിട്ടുണ്ടാകും. ഇതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ പറയുന്ന പ്രാക്ടീസൊക്കെ ഇല്ലേ, ഇതെല്ലാം പ്രാരംഭഘട്ടമാണ്. ഞാൻ ഈ പറഞ്ഞ കൃഷിച്ചെടികൾ നോക്ക്, നിങ്ങളൊരു ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കൃഷിയും എടുത്തോ, കപ്പ കൃഷി എടുത്തോ, നെല്ല് കൃഷി എടുത്തോ, അല്ലെങ്കിൽ നാളികേരോ, എന്ത് കൃഷി എടുത്തോ, അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ അത്ര പരിപാലനമൊന്നും വേണ്ട, ഇടയ്ക്കൊന്ന് പോയാൽ മതി. കാരണം അത് സ്ട്രോങ് ആയി, അത് ആ മണ്ണുമായിട്ട് അത് സെറ്റായി കഴിഞ്ഞു. പിന്നെ പരിപാലനം താരതമ്യേന കുറച്ച് മതി. പക്ഷെ അത്രയും കാലം നല്ല പരിപാലനം വേണം. അത്രയേ ഉള്ളൂ. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി, നിർത്തില്ല. മറ്റെന്തെങ്കിലും പറയൂ. അതായത് സാർ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരേ വൈബ്രേഷനുള്ള ആൾക്കാർ തമ്മിൽ ചേരുന്നു, അതെ, അല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം പറഞ്ഞില്ലേ? ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒഴിവായി പോകും എന്ന് പറഞ്ഞില്ലേ? നോക്കൂ, മറ്റാവശ്യമില്ലാത്ത മൈക്കുകൾ, സംസാരിക്കുന്ന ആളുടെ ഒഴികെ മറ്റ് മൈക്കുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക തൽക്കാലം. പറയൂ, താങ്കൾ പറയൂ. മറ്റുള്ളവർ ഒഴിവായി പോകുമെന്ന് പറഞ്ഞില്ലേ? അതെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭാര്യ ഭർത്താവ് ആണെങ്കിൽ
എന്തായിരിക്കും സംഭവിക്കുന്നത്. ഗുഡ്. അപ്പൊ ഭർത്താവ് ഞാനിപ്പോ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ആ വൈഫിനെ പറ്റി ഒരു ധാരണയില്ല. അങ്ങനെ ശരി വരുമ്പോ എന്തായിരിക്കും ശരി സംഭവിക്കുന്നത്? ശരി. നോക്കൂ, മറ്റ് മൈക്കുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കൂ പ്ലീസ്. ഒരു നിമിഷം, ഞാനൊന്ന് കട്ട് ചെയ്ത് വരാം. ഒരു നിമിഷം. ശരി, താങ്കളുടെ മൈക്ക് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, അതായത് നമ്മുടെ പാർട്ട്ണറുടെ കാര്യത്തിലാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ മാർഗത്തിലേക്ക്, മീൻസ് അവരുടെ വൈബ്രേഷൻ ഉയർത്താൻ പറ്റുന്ന വിധത്തിലുള്ള സാഹചര്യം അവിടെ ഉണ്ട് എങ്കിൽ നമുക്കത് ചെയ്യാം. മനസ്സിലായോ? ഒന്ന്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിലൊരു മാറ്റം സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മാറ്റം അവർക്ക് കണ്ടറിയാൻ സാധിച്ചാൽ ഒരു പക്ഷേ ഇങ്ങോട്ട് പോരും. ഒന്ന്. രണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ മാതിരി സുരക്ഷിതമായ അകലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിണങ്ങുക, മാറി നിൽക്കുക, വീട് വിട്ടു പോകുക, ഇതൊന്നുമല്ല. അപ്പുറത്തെ റൂമിൽ പോയി കിടക്കുക, ഇതൊന്നുമല്ല. ഒരേ വിധത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്, തീ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല ഡേഞ്ചറസ് ആണ്. നമ്മുടെ സ്കിന്നിന് ഒട്ടും പറ്റുന്നതല്ല ഈ ഇലക്ട്രിസിറ്റിയും തീയും ഒക്കെ. പക്ഷെ എന്നിട്ടും നമ്മളത് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നില്ലേ? ഇതിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ലൈഫ് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം അത് തീയാണ്, അത് തൊട്ടാൽ പൊള്ളും. സോ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കും. അത് ഇലക്ട്രിസിറ്റിയാണ്, അതിൻ്റെ പ്ലഗിൽ കൈപോയാൽ ഷോക്ക് വരും, അത് നമുക്ക് അപകടമാണ്. അവിടെ നമ്മൾ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കും. അതുപോലെ തന്നെ ശ്രദ്ധാപൂർവ്വം, ബോധപൂർവ്വം, കുറച്ച് നാൾ ബോധപൂർവ്വം പോയാൽ മതി, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതായിക്കോളൂ. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം. ഈ പറഞ്ഞ മാതിരി മെൻ്റൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ വൈബ്രേഷൻ ലോ ആകാനിടയിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതായത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഈ വിധത്തിലുള്ള ഒരു സംഭാഷണവുമായിട്ട് നിങ്ങളടുത്തേക്ക് വരുമ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകാൻ ഉള്ള ഇട കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ എനർജി ചോർത്തി കളയാനുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റി നിർത്തുക. ഒന്ന്. രണ്ട്, നമ്മുടെ പാർട്ട്ണറാണെങ്കിൽ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം എനർജി ഫ്ലോ അവരിലേക്ക് കൂടി കൊടുക്കുക. ഒരു മനോസങ്കല്പം കൊണ്ട് കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു എനർജി ഫ്ലോ അവരിലേക്ക് കൂടി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ഈക്വലായിട്ടുള്ള ഒരു വേവ് ലെങ്ത് തമ്മിൽ സംഭവിക്കും. അവിടെയും ബന്ധങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. എന്തായാലും നമ്മുടെ സ്വന്തം പാർട്ട്ണറല്ലേ, അപ്പോൾ ഒരു അല്പം എഫേർട്ട് എടുത്താലും സാരില്ല. ഇതാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയറായോ? ശരി, താങ്ക് യു. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത മൈക്കുകളെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കും. ചോദിക്കുന്ന ആൾ മാത്രം ഓൺ ചെയ്ത് വയ്ക്കൂ. ഞാനൊക്കെ കൂടുതലും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരായിട്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിട്ട് കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം കൂടുതൽ എല്ലാവരും പ്രശ്നങ്ങളിലൊക്കെ ശരി. അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ്? തീർച്ചയായിട്ടും പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. നോക്കൂ, ബൈ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ എൻ്റെയും സ്ഥിതി അത് തന്നെയാണ്. എന്നെ കാണാൻ ഇവിടെ ആൾക്കാർ അപ്പോയിൻമെൻ്റ് എടുത്ത് വരുന്ന അവരുടെ സങ്കടങ്ങളും പരാതിയും പരിഭവവും കുറ്റവും കുറവൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് പോകാം. പക്ഷെ അവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബോധപൂർവം കേൾക്കുക, നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ മാതിരി ബോധപൂർവം കേൾക്കുക, ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക എന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, ചിലപ്പോൾ എടുത്തു പോകും, അറിയാണ്ട് എടുത്തു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ പറഞ്ഞ മാതിരിയുള്ള പ്രോസസ്സുകൾ നിങ്ങളൊരു മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി ഫ്ലോ ശരിയാവും. നമുക്ക് ആവശ്യമില്ലാത്ത എനർജി ഡിഫ്യൂസ് ചെയ്തു പോകും. ആവശ്യമുള്ളത് മാത്രം നമ്മളിൽ നിലനിൽക്കുകയും വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കൂടുതൽ അത് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഒന്ന്. രണ്ട്, ഇപ്പോൾ ചില സമയങ്ങളിൽ ഞാനൊരു കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അല്പസമയം ഇതേ സീറ്റിൽ നിന്നിട്ട് തന്നെ ഒന്ന് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ 2 അഫർമേഷൻ കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കും, അല്പം കണ്ണടച്ചൊന്ന് മനസ്സ് ശാന്തമാക്കി വയ്ക്കും. ഞാൻ എന്തെങ്കിലും ചെയ്യും. അത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ.
എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതേ ചോദ്യം ഒത്തിരി പേരിനോട് ചോദിച്ചിട്ടുണ്ട്. ഫോണിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അവിടെ വളരെ ലളിതമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറയും അനാരോഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇടപെടരുത്. ഇപ്പോൾ നമ്മൾ പറയും ശുചിത്വം പാലിക്കണം എന്ന് പറയില്ലേ, ശുചിത്വം പാലിക്കണം എന്ന് പറയും. പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ശുചിത്വം പാലിക്കാൻ പറ്റുമോ? നമ്മുടെ ബാത്റൂം ചിലപ്പോൾ വൃത്തിയാക്കേണ്ടി വരും, ഒന്ന്. ഇനി അതല്ല, നമ്മൾ യാത്ര ചെയ്യുന്ന, നടന്നു പോവുകയാണ്, നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയിൽ ചിലപ്പോൾ കുറേ മാലിന്യങ്ങൾ, കുറേ അഴുക്ക്, പൊടി, ചെളി, മാറാല, ഇങ്ങനെ പല സംഗതികളും ഉണ്ടാകും. നമുക്ക് അതുവഴി പോകാതിരിക്കാൻ പറ്റില്ല, പോയേ മതിയാകൂ. എന്ത് ചെയ്യും? നിറയെ ചെളിയുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പരമാവധി ആ ചെളി ചവിട്ടാതെ ഇപ്പുറത്ത് നീങ്ങി നമ്മൾ പോകും, ഒന്ന്. അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റുള്ള കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാല് വെച്ച് നമ്മൾ പോകും. പക്ഷേ ഇങ്ങനെ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും കുറച്ച് ചെളി നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ പറ്റും, അല്ലേ? നമ്മൾ എന്ത് ചെയ്യും എന്നിട്ട്? അത് പറയും. എന്ത് ചെയ്യും? കഴിക്കളയും. എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വന്നാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? കുളിക്കേണ്ടതാണെങ്കിൽ കുളിക്കും, കൈമുഖം കഴുകേണ്ടതാണെങ്കിൽ കഴുകും, വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രം ധരിക്കേണ്ടതാണെങ്കിൽ അത് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ വസ്ത്രത്തിൽ വല്ലാതെ അഴുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വാഷ് ചെയ്യാനിടും. ചിലപ്പോൾ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യും, ചിലപ്പോൾ ഡെറ്റോളിൽ വാഷ് ചെയ്യും, ചിലപ്പോൾ ഡിറ്റർജൻറ്റ് കുറച്ച് കൂടുതലിടും. ഇങ്ങനെ പലതും ചെയ്യും. എന്തിനനുസരിച്ച് എത്രമാത്രം അഴുക്ക് പറ്റി, എത്രമാത്രം പറ്റി, ഇങ്ങനെ പലതും ചെയ്യും, അല്ലേ? അപ്പോൾ ഇതേ കാര്യം, സെയിം സംഗതി തന്നെയാണ് ഇവിടെ മനസ്സിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. നമ്മൾ എത്രമാത്രം അസ്വസ്ഥത ഉണ്ടായി, എത്രമാത്രം ഈ പറഞ്ഞ മാതിരി നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്, അതിനനുസരിച്ചുള്ള പ്രോസസ്സുകൾ ചെയ്തോളുക. ഒത്തിരി പ്രോസസ്സുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ചെയ്തോളുക. ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സിലൊക്കെ 21 ഡേയ്സ് ക്ലാസ്സിലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം, വെള്ളം കൊണ്ട് ഹീൽ ചെയ്യുക. നമ്മൾ കുളിക്കുന്ന സമയത്ത് വെള്ളം കൊണ്ട് ഹീൽ ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. പുതിയ ബാച്ച് അതിലേക്ക് വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 18-ാമത്തെ 19-ാമത്തെ ദിവസമോ മറ്റോ ആണെന്ന് തോന്നുന്നു അത് വരുന്നത്. അവിടെ വളരെ കൃത്യമായിട്ട് പറയും, നമ്മൾ കുളിക്കുന്ന സമയത്ത് വെള്ളം കൊണ്ട് എങ്ങനെ അത് ഹീൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ടെക്നിക്കാണ്. നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതായത് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരോഗ്യശീലങ്ങൾ LP ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരോഗ്യശീലങ്ങളെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള ഒത്തിരി മാർഗ്ഗങ്ങൾ. എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കരുത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, ചൂടുവെള്ളത്തിൽ കൈ കഴുകണം, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം, സാനിറ്റൈസ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളാക്കി നിലനിർത്തുന്ന നമ്മുടെ മനസ്സ്, അതിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും നിലനിർത്താനുള്ള ഒരു മാർഗവും ഒരു ശരാശരി വ്യക്തി ഇന്നോളം പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് പോലും പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതാണ് കഷ്ടം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ക്ലിയർ ആയോ? ഏതാ? അതാ ഞാൻ ഈ പറയുന്നത്. നോക്കൂ, നമ്മൾ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ ചില പ്രിയപ്പെട്ട ആൾക്കാർക്ക്, ഏറ്റവും പ്രിയപ്പെട്ട ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ എന്ത് ചെയ്തു? ചേർത്ത് പിടിച്ചോ അതോ ക്വാറൻറ്റൈൻ ചെയ്തോ? അന്ന് ക്വാറൻറ്റൈൻ ചെയ്ത് എന്തുകൊണ്ടാണ്? അവരോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണോ? അല്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യം അറിയാം. ക്വാറൻറ്റൈൻ ചെയ്തിട്ട് പോലും നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതുപോലെ നമ്മൾ മാസ്ക് വെച്ചു, പലതും ചെയ്തു, ഷേക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നു. അത് ഇഷ്ടക്കേട് കൊണ്ടല്ല. ഇനി അഥവാ ഒന്ന് സ്പർശിച്ചു പോയാൽ ഉടനെ സാനിറ്റൈസ് ചെയ്തു, അതവർ ഇഷ്ടക്കേട് കൊണ്ടല്ല. ഇത് നമ്മൾ ചില മുൻകരുതലുകൾ എടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ മാനസികമായിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കണം, നിർബന്ധമായിട്ടും എടുക്കണം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ശരി, താങ്ക് യു. ഇനി മറ്റെന്തെങ്കിലും? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് ഞാൻ പല തവണ ഞാൻ കാണാറുണ്ട്. ശരി. അതായത് ബയോപിക് മൂവീസ്. ശരി. അതിനകത്ത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇതുണ്ട്. അപ്പോഴത്തേക്കും അതിനകത്ത് വില്ലന്മാര് അതിനകത്തുണ്ട്. അപ്പൊ അതിൽ കുറച്ച് അതൊക്കെ വില്ലന്മാര് ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനം നായകൻ എന്തായാലും ജയിക്കും.
പക്ഷെ അത് കാണുന്നത് തുടർച്ചയായിട്ടും ഒരു 50 തവണയൊക്കെ കാണുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഒരു പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. മോട്ടിവേഷൻ കിട്ടുന്നുണ്ടാകാം, അത് ഒരു അറ്റ് ദ എൻഡാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുന്നത്, ഒരു ചെറിയ സമയം മാത്രമാണ്. പക്ഷെ അതിനുള്ളിൽ നമ്മുടെ മനസ്സ് അനുഭവിക്കുന്നത് തീക്ഷ്ണമായിട്ടുള്ള പ്രതികൂല ഭാവങ്ങളാണ്. ഞാൻ ഒരു കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു വ്യക്തി ക്ലാസ്സിൻ്റെ ഒരു പകുതി 21 ഡേയ്സ് ക്ലാസ്സിലൊരു പകുതി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ അബദ്ധം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്, ആ ഒരൊറ്റ കാരണം കൊണ്ട് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയി ഇതിനോടകം. പക്ഷേ വീണതേ ഒരു കോമയിട്ട് പറയാം, പക്ഷേ എനിക്ക് ബോധ്യമുണ്ട് എനിക്കതിനെ തിരിച്ചു പിടിക്കാൻ പറ്റും, എങ്ങനെയാണോ പോയത് അങ്ങനെ തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് ഇത്രയും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കാര്യം പറയുകയാണ്, അദ്ദേഹം ഒരു മൂവിക്ക് വേണ്ടിയിട്ട്, സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു കഥ എഴുതിയത്രേ. അപ്പോൾ ഈ കഥയിൽ ഈ പറഞ്ഞ മാതിരിയാണ് വളരെ ദയനീയമായിട്ടുള്ള, വളരെ ഇമോഷണലായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഇദ്ദേഹം വെറുതെ ചേർത്തത് മാത്രമല്ല, അദ്ദേഹം പറയുകയാണ്, ഞാൻ ശരിക്കും മനസ്സുകൊണ്ടെല്ലാം അനുഭവിച്ച് അതിലെ കഥാപാത്രങ്ങൾ ആയിട്ട് ഞാൻ സ്വയം അഭിനയിച്ചിട്ടല്ല, അനുഭവിച്ചിട്ടാണ് ഞാൻ എഴുതിയത്. അറ്റ് ദ എൻഡ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഈ കഥയുടെ ക്ലൈമാക്സ് എന്തായിരുന്നോ, അല്ലെങ്കിൽ ഈ കഥയിൽ അദ്ദേഹം മാനസികമായിട്ട് വൈകാരികമായിട്ടും അനുഭവിച്ചു പോയ സംഗതികൾ അതേപടി, നമ്മൾ ഈ അച്ചട്ടാവുക എന്നൊക്കെ പറയില്ലേ, അതേപടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു അത്രേ. എന്താണോ ആ കഥയിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതേപടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു അത്രേ. അതിൻ്റെ കാരണം ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് എങ്ങനെ എൻ്റെ ലൈഫിനെ തിരിച്ചു കൊണ്ടുവരാം എന്നും ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിക്കവാറും വെബിനാറിലും ക്ലാസ്സുകളിലും ഒക്കെ ഞാൻ പറയുന്ന കാര്യമാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. എനിക്കറിയാം എൻ്റെ ഓഡിയൻസിൽ കുറേ പേര് കേട്ടിട്ടുണ്ടാകും, എങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കഴിയുന്നിടത്തോളം പത്രം വായിക്കരുത് എന്ന് പറയാറുണ്ട്. പത്രം വായിക്കരുത് പറയാറുണ്ട്. പ്രത്യേകിച്ച് രാവിലെ ഉണർന്ന ഉടൻ പത്രം വായിക്കരുതെന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, രാവിലെ ഉണർന്നു വരുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ് പൊതുവിൽ ഡള്ളായിരിക്കും, അത്ര ആക്റ്റീവായിരിക്കില്ല. സബ് കോൺഷ്യസ് ആയിരിക്കും മാക്സിമം ഓപ്പണായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ആ സാധ്യത അവിടെ ഉള്ളത് കൊണ്ടാണ് രാവിലെ ഉണർന്ന ഉടൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾ ചെയ്യാൻ പറയുന്നത്. എനിവേ, പക്ഷെ നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് ഈ പത്രത്തിലെ വാർത്തകളൊക്കെ ഉള്ളിലേക്ക് പോകും. അൺഫോർച്ചുനേറ്റ്ലി ഒരു ശരാശരി മലയാളം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് നോക്കിയാൽ അതിലെ വാർത്തകൾ എന്തായിരിക്കും? പോസിറ്റീവായിട്ടുള്ളൊരു ഒറ്റ വാർത്ത അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സ്ഫോടനം, പീഡനം, മരണം, ഇതൊക്കെ തന്നെയായിരിക്കും ഫ്രണ്ട് പേജിലുണ്ടാകുന്നത്. ഉൾപേജ് എടുത്താലും ഇത് തന്നെയാണ്. അതും ചില സാഹചര്യങ്ങളിൽ ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ റെഡ് കളറ് ബോൾഡ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാകും, നേരെ മനസ്സിലിടിച്ച് കയറും. ചിലത് ചിത്രസഹിതമുണ്ടാകും, നേരെ മനസ്സിലിടിച്ച് കയറും. ഇനിയിപ്പോൾ അവർക്ക് ഒറിജിനൽ ചിത്രം കിട്ടിയില്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു ചിത്രം എടുത്തിട്ട് ഫയൽ ചിത്രം എന്ന് പറഞ്ഞെടുത്ത് ചേർക്കും. ഇതെല്ലാം ദിവ്യ ഒന്ന് മ്യൂട്ട് ചെയ്യുക, ശബ്ദം ഉണ്ടാക്കുന്നവർ മ്യൂട്ടാക്കുക, റിമൂവ് ചെയ്യുകയോ ചെയ്തേക്ക്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് പത്രം വായിക്കരുത് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പത്രം വായിച്ചേ പറ്റൂ, അങ്ങനെയാണെങ്കിൽ ബോധം വന്നതിന് ശേഷം വായിക്കുക. അങ്ങനെയാണെങ്കിൽ വായന ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അതുപോട്ടെ, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരു 11-12 മണിക്ക് ശേഷം വായിക്കുക. ഒന്ന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് വൈകുന്നേരം, സന്ധ്യാസമയം. കാരണം അന്നത്തെ ഒരു ഫുൾ ഡേ അധ്വാനം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു അർത്ഥമയക്കത്തിലാവുന്ന സോഫയിലിരിക്കുന്നത്. മുന്നിലെന്താ? TV. കാണുന്ന എന്താ? സീരിയൽ. അതിൻ്റെ കഥ എന്താ, അല്ലെങ്കിൽ കഥാതന്തു എന്താ? ഒരാളെ പ്രണയിച്ച് വേറൊരാളെ വിവാഹം കഴിച്ച് മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമക്കേണ്ടി വന്ന ഒരു പാവം പെണ്ണിൻ്റെ കഥ. എന്താ പേര്? പതിവ്രത. ഇതാ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെല്ലാ ദിവസവും കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്? ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു മൂവി കണ്ടോ, 2.5 മണിക്കൂർ ഒരു മൂവി കണ്ടോ, എത്ര മോശം മൂവി ആയിക്കോട്ടെ,
ഇവനൊരു പോൺ മൂവി ആയിക്കോട്ടെ, അത് നിങ്ങളെ സ്വാധീനിക്കുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാക്സിമം ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കൊണ്ട് അത് പോകും, കൂടുതൽ നിൽക്കില്ല. പക്ഷേ ഈ സീരിയലോ വർഷങ്ങളോളം അതിലൊരു കഥാപാത്രമായിട്ട് സ്വന്തം ജീവിക്കും, ഇല്ലേ? ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിപാട് കൊടുക്കുക. റിയലി തമാശയല്ല, ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിപാട് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, എവിടെ എത്തി നിൽക്കണോ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ കേട്ടോ, വഴിതെറ്റി ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അത്രയും പ്രധാനപ്പെട്ടതാണ്, പറയാതിരിക്കാനാവില്ല. ഫാമിലി പ്രോബ്ലം, ഇതിനുള്ളിൽ കൗൺസിലേഴ്സോ സൈക്കോളജിസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫാമിലി പ്രോബ്ലമായിട്ട് വരുന്ന നിങ്ങളുടെ ക്ലയൻസിനോട് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ മോർ ദാൻ 90-95% ആൾക്കാരും പറയും സീരിയൽ. മാത്രമല്ല അവരുടെ കഥ പറയുന്ന, അവരുടെ ജീവിതം പറയുന്നത് പോലും ഈ കഥാപാത്രങ്ങളെ മുൻനിർത്തിയിട്ടായിരിക്കും. സാറേ എൻ്റെ ഭർത്താവ് എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, സംതിങ് ഒരാളെന്ന് പറയാം, ഇന്ന സീരിയലിൽ ഇന്ന ആളെ എടുത്ത് വെച്ച മാതിരിയാണ്, ഇയാളെ കണ്ടിട്ടാന്ന് തോന്നുന്നു അയാൾ കഥ എഴുതിയതെന്ന് പറയും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ കാണുന്ന മൂവികൾ, നമുക്ക് സന്തോഷം തരുന്ന മൂവികൾ കാണാം, സന്തോഷം തരുന്ന സന്ദേശങ്ങൾ കേൾക്കാം. അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്ന, മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന മൂവികൾ, മറ്റു കാര്യങ്ങളൊക്കെ കഴിയുന്നിടത്തോളം മാറ്റി നിർത്തുക. കാരണം നമ്മുടെ മനസ്സ് നമ്മൾ അത്ര പരിശുദ്ധമാക്കി കൊണ്ടുവരിക. അതിനിടയിൽ ഒരു തുള്ളി പോയിസൺ അത് മതി മനസ്സാകെ അസ്വസ്ഥമാകാൻ, അശുദ്ധമാകാൻ. നേരത്തെ പറഞ്ഞില്ലേ, ഇരുതല മൂർച്ചയുള്ള വാളാന്ന് പറഞ്ഞില്ലേ, വാളാക്കി കൊണ്ടുവരിക. അതിനിടയ്ക്ക് ഇതുപോലൊരു വിത്തങ്ങോട്ട് വിതച്ച് കഴിഞ്ഞാൽ അത് മുളച്ചു വരാൻ അധികം സമയമൊന്നും വേണ്ട. സോ ബി കെയർഫുൾ. ശരി, നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതിനു മുമ്പ് 2 കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറയാം. എന്തോ പറയൂ. റീൽസ് ഫുൾ ടൈം. ശരി ശരി. ഇതിനിടയിൽ എനിക്ക് ക്ലിയർ ആവുന്നില്ല ശബ്ദം. കവിത, ഓക്കെ. സോറി, എനിക്ക് ക്ലിയർ ആവുന്നില്ല, ശബ്ദം ക്ലിയർ ആവുന്നില്ല. മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ അദ്ദേഹം പറയുന്നത്? എനിക്ക് മാത്രമാണോ കേൾക്കാത്തത്? ക്ലിയർ അല്ല. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യൂ, നമുക്ക് അടുത്ത ചാൻസിൽ സംസാരിക്കാം, അടുത്ത സമയത്ത് സംസാരിക്കാം. എന്തോ ശരി ശരി. സ്പീക്കറിന്റെ സൗണ്ട് മ്യൂട്ട് ചെയ്ത്, ഓക്കെ, തൽക്കാലം ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ, നമുക്ക് സംസാരിക്കാം കേട്ടോ, അടുത്ത ബ്രേക്കിൽ സംസാരിക്കാം. അതിനിടയിൽ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നിങ്ങളിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു 7 days ട്രെയിനിങ് ഉണ്ട്. അത് വാട്സപ്പിലൂടെയാണ് തരുന്നത്, ഓൺലൈനായിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ സമയമുള്ളത്, ഓൺലൈൻ റെക്കോർഡഡ് പ്രോഗ്രാമാണ്. സോ എപ്പോഴാണോ സമയമുള്ളത് ആ സമയത്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അതിലുണ്ടാകുന്ന സംശയങ്ങൾ വാട്സപ്പിലൂടെ, ഫോണിലൂടെയൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ അവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, ശരിക്കും പറഞ്ഞാൽ അത് 1000 rupees ഒരു പ്രോഗ്രാമാണ്, ട്രെയിനിങ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് വെറും 99 rupees, ആകെ 99 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ 7 days ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനതിൻ്റെ കോർഡിനേറ്ററുടെ നമ്പർ തരാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 8086089337 8086089337. ഇപ്പോൾ ഓഫർ നിലവിലുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോർഡിനേറ്റർക്ക് ഇതിലൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. 7 days ലോ ഓഫ് അട്രാക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയയ്ക്കുക, അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. 1. 2, നിങ്ങൾക്ക് ഹിപ്നോസിസ് അതുപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ താല്പര്യമുള്ളവരും കൈകാര്യം ചെയ്യുന്നവർക്കും ഒന്ന് മ്യൂട്ടാക്കി വെക്കൂ. നമ്പർ ഒന്നുകൂടി പറയാമോ? 8086089337. ദിവ്യ, ശബ്ദം ഉണ്ടാക്കുന്നവരെ കട്ട് ചെയ്ത് കളഞ്ഞേക്ക്, റിമൂവ് ചെയ്തേക്ക്.
8086089337 ആരെങ്കിലും ഒന്ന് ചാറ്റിൽ ഇട്ടേക്ക് കേട്ടോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നപ്പോഴേ ശബ്ദം വന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഹിപ്നോസിസ്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടൂളുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സജഷൻസ്, നിർദ്ദേശങ്ങൾ. പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളിലൂടെയാണ് നമ്മൾ വ്യക്തികളെ സ്വാധീനിക്കുന്നത്. ബോധപൂർവവും അല്ലാതെയുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടുമുള്ള നിർദ്ദേശങ്ങൾ, ഇതിലൂടെയെല്ലാമാണ് നമ്മൾ വ്യക്തികളെ സ്വാധീനിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സിസ്റ്റമാറ്റിക്കായിട്ട്, ഞാൻ പറയുന്ന പോലെ മനസ്സിൻ്റെ വാതിലുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതാത് വാതിലുകൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള വിധത്തിൽ നിർദ്ദേശങ്ങളെ തയ്യാറാക്കി സബ് കോൺഷ്യസിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള വിവരങ്ങൾ വളരെ ലളിതവും വളരെ വിശദവുമായിട്ട് ക്രോഡീകരിച്ച ഒരു പുസ്തകമുണ്ട്. പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻ എന്നാണ് ഇതിൻ്റെ പേര്. പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻ പ്രൊഫഷണലി നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട്, അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ടൂളാണ്. ശരിക്കും ഇതിന് 1280 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. 1280 രൂപ എന്ന് പറയാൻ ചെറിയൊരു പുസ്തകം തന്നെയാണ്, പക്ഷേ അതിന് അത്രമാത്രം മൂല്യമുണ്ട്. സാധാരണ നമ്മളൊരു കഥയോ കവിതയോ ലേഖനമോ ഒക്കെ വായിച്ചാൽ ആ വായിക്കുന്ന സമയത്തുള്ള ഒരു സുഖം, സന്തോഷം, സമാധാനം അതേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ പിന്നീടൊരു സമയത്ത് ഒരുപക്ഷെ അത് ഉപകാരപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫ് ലോങ്, ഞാനത് പ്രോമിസ് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്കത് ഉപകാരപ്പെടും. അങ്ങനെ ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഒരുപാട് കാലത്തെ പഠനങ്ങളും ഗവേഷണങ്ങളും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഒക്കെ കൂട്ടിക്കലർത്തിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം കൂടി, സാധാരണ നമ്മൾ പ്രൊഫഷണലി സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിൽ ഭൂരിഭാഗവും, നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിലും തിയറികളിലുമൊക്കെ ഭൂരിഭാഗവും തയ്യാറാക്കിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട്, അല്ലെങ്കിൽ അവരിൽ നടത്തിയ എക്സ്പെരിമെൻറ്റുകൾ, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് പല തിയറികളും വന്നിരിക്കുന്നത്. അത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഈ പുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ വ്യക്തികളിൽ ചെയ്തിരിക്കുന്ന തെറാപ്പികൾ, അതിൻ്റെ റിസൾട്ട്, അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സോ ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. ഇപ്പോൾ ഒരു ഓഫർ നിലവിലുണ്ട്. നിങ്ങൾക്ക് 799, അതായത് 800 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാൻ പറ്റും. അതിൻ്റെ നമ്പർ ഞാൻ തരാം. 79941. ആവശ്യമുള്ളവരൊന്ന് എഴുതി വെച്ചോ. 79941 68611 68611 79941 68611. ദിവ്യയെ കോൺടാക്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്കത് കിട്ടും. ഇപ്പോൾ തൽക്കാലം പോസ്റ്റൽ ചാർജ് ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം, അടുത്ത ഭാഗത്തിലേക്ക് വരാം. പല വ്യക്തികളും പറയാറുണ്ട് ലോ ഓഫ് അട്രാക്ഷനൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പലതും നടക്കുന്നില്ല, സംഭവിക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അല്ലേ? ഇത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ മ്യൂട്ട് മാറ്റുന്നുണ്ടെന്ന് പറയൂ. ഇത് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണ്ടതുപോലെ നടക്കുന്നില്ല. തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിന് കുറേയധികം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. ഒന്ന്, നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വിഷ്വലൈസേഷൻ കൊടുക്കുന്നുണ്ട്, അഫർമേഷൻ കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലപ്പുറം അതാത് വ്യക്തികൾക്ക് തന്നെ കാര്യമായിട്ടുള്ള ഉറപ്പൊന്നുമില്ല. വിശ്വാസമല്ല വേണ്ടത്, ഉറപ്പില്ല. ഇത് സംഭവിക്കും എന്നുള്ളതിന് ഉറപ്പില്ല. അതിൻ്റെ തമാശയ്ക്കാണെങ്കിൽ കുറേ കഥകളുണ്ട്, കഥയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നാട്ടിൽ മഴയില്ല. അപ്പോൾ മഴ പെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു യാഗം നടത്തുകയാണ്. യാഗം ഹോമ സംതിങ് അങ്ങനത്തെ ഒരു വലിയ നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് വലിയൊരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടത്തുകയാണ് വലിയ പൂജ. എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി മാത്രം കയ്യിലൊരു കുട കരുതിയിരുന്നു. വേറെ ആരും കുട കരുതിയിട്ടില്ല.
എന്താ കാരണം എന്നറിയാമോ? മഴ പെയ്യാൻ വേണ്ടിയാണ് യാഗനാശം. ആ സോ മഴ പെയ്യുന്നുള്ള സംരക്ഷണം വേണ്ടേ? മഴ പെയ്യുമ്പോൾ സംരക്ഷണം വേണം. എന്തുകൊണ്ടത് കരുതിയില്ല? കുട്ടി മാത്രമേ വിശ്വസിച്ചുള്ളൂ മഴ പെയ്യുന്നത്. കുട്ടി മാത്രമേ വിശ്വസിച്ചുള്ളൂ മഴ പെയ്യുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ സംഗതി. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ഒന്ന് അവരവർക്ക് തന്നെ വിശ്വാസമില്ല. ചെയ്താൽ ചെയ്തു, സംഭവിച്ചാൽ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ള വിധത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഉറപ്പില്ലാതെ അവനവന് തന്നെ വിശ്വാസമില്ലാതെ ചെയ്തു കഴിഞ്ഞുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ മനസ്സ് രണ്ട് ഭാഗങ്ങളായിട്ട് നിന്നിട്ട് പരസ്പരം ഒരു ആന്തരിക യുദ്ധം അവിടെ നടക്കും. ആന്തരിക യുദ്ധം നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ സംഗതി സംഭവിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവായിരിക്കും. ഒന്ന്. രണ്ട്, നമ്മളിതൊക്കെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിനുള്ള യോഗ്യത അവനവനുണ്ടോ എന്നുള്ള കാര്യത്തിൽ അപ്പോഴും സംശയമാണ്. ഞാനത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വെബിനാറിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു, മറ്റെന്തോ പറഞ്ഞ കൂട്ടത്തിൽ. കുറച്ച് നാൾ മുമ്പ് ഒരു സുഹൃത്ത് ഇങ്ങനെ മൊബൈലിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ഒരു 10-12 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്, പലതും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാണ് ഇടയ്ക്ക് നോക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു, അതായത് ലോ ഓഫ് അട്രാക്ഷൻ മാതിരി, അതായത് മൈൻഡ് മാസ്റ്ററി എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള എന്തോ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു. അപ്പോൾ അവിടുന്ന് തന്നിരിക്കുന്നതാണ് വീഡിയോ. ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരും. മൈൻഡ് സെറ്റിൽ മാറ്റം വന്നാൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു, ഒന്ന് കാണിച്ചു തന്നു. അദ്ദേഹം കാണിച്ചത് ഒരു വലിയ കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു വീട്, അബ്സല്യൂട്ട്ലി കൊട്ടാര സദൃശ്യമായിട്ടുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഗംഭീരൊരു വീടെന്നോ കൊട്ടാരമെന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിങ്ങനെ കണ്ടാൽ ഇതുപോലെ ഉള്ളൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭാഷണത്തിനിടയിൽ പോലും അദ്ദേഹം ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതുപോലൊരു വീട് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങളവിടെ എങ്ങനെയായിരിക്കും ഇടപഴകാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും, ഏത് വിധത്തിലായിരിക്കും നിങ്ങളവിടെ ജീവിക്കാൻ പോകുന്നതെന്ന്. കുറച്ച് സമയത്തേക്ക് അദ്ദേഹം ബ്ലാങ്കായി, ഒന്നും ഉണ്ടായില്ല, ശൂന്യമാണ്. കാരണം എന്താണെന്നറിയാമോ? അതേക്കുറിച്ച് ഇന്നേ വരെ അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ഒന്ന്. ഒരല്പസമയത്തെ ശൂന്യതയ്ക്ക് ശേഷം അദ്ദേഹം എന്നോട് പറയുകയാണ്, അയ്യോ സാറേ, ഇങ്ങനത്തെ ഒരു വീട്ടിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. കാര്യം വളരെ ലളിതമാണ്. നമ്മളൊരു എക്സാമിന് ആൻസർ ഷീറ്റ് മുകളറ്റം മുതൽ താഴേറ്റം വരെ ഗംഭീരമായിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഒരു ക്രോസ് മാർക്ക് കിട്ടും. എങ്ങനെയുണ്ടാവും? എഴുതിയതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇതേ കാര്യം തന്നെയാണ്. അതായത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനുള്ള അർഹത എനിക്കുണ്ടോ അല്ലെങ്കിൽ എനിക്കില്ല എന്ന മനസ്സിലൊരു ധാരണ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ഇത് സംഭവിക്കില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ പ്രാധാന്യം. അതായത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനൊരു വീടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ വീട്ടിൽ ജീവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. മറ്റൊരു വലിയ ലക്ഷറി വാഹനമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് ശരിക്കും അങ്ങോട്ട് അനുഭവിച്ചോളുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒന്ന്, ഉറപ്പ്, വിശ്വാസം. രണ്ട്, അതിനുള്ള അർഹത എനിക്കുണ്ട്, ഇതങ്ങോട്ട് ഉറപ്പിച്ചോളുക. മൂന്ന് ആ ഒച്ച ഉണ്ടാക്കുന്നവരെയൊക്കെ തട്ടിക്കളഞ്ഞേക്ക്. 3, ആരംഭശൂരത്വം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സിലൊക്കെ ചേരും, അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് പ്രാക്ടീസ് തുടങ്ങും. പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം ഇതെല്ലാം നിർത്തിക്കളയും. എല്ലാ സംഗതികളും അവിടെ നിർത്തിക്കളയും. ഇതാണ് പ്രശ്നം. ഇപ്പോൾ നോക്കൂ, ഞാൻ വളരെ കൃത്യമായിട്ട് പറയും. ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നില്ല കേട്ടോ, കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ മുകളിൽ തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി.
ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 21 ഡേയ്സ് ക്ലാസ് ആണെന്നിരിക്കട്ടെ, അവിടെയും മെജോറിറ്റിയുടെയും വിചാരം എന്താണെന്ന് പറഞ്ഞാൽ, ഏത് ക്ലാസ് ആയാലും 21 ഡേയ്സ് ആയിക്കോട്ടെ, 7 ഡേയ്സ് ആയിക്കോട്ടെ, മറ്റൊന്നായിക്കോട്ടെ, ഏതായാലും മെജോറിറ്റീൻ്റെയും വിചാരം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആരാധനാലയത്തിൽ പോയിട്ട് ഒരു വഴിപാട് ഭഗവാൻ ഒരു വഴിപാട് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഭഗവാനായിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട, വീട്ടിൽ വന്ന് ഇരുന്ന് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അതുപോലെയാണ് ക്ലാസ്സിന് ഫീ അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ സംഭവിച്ചോളൂ എന്നാണ് മെജോറിറ്റി വിചാരിക്കുന്നത്. അല്ല, അറിവുകൾ തരാൻ മാത്രമേ സാധിക്കൂ, നിങ്ങൾക്ക് വേണ്ട അറിവുകൾ പകർന്നു തരാൻ മാത്രമേ സാധിക്കൂ. അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. ഭക്ഷണം വിളമ്പിത്തരാനേ സാധിക്കൂ, അത് ഭക്ഷിക്കേണ്ടത് സ്വയമാണ്. അത് ഭൂരിഭാഗം പേര് ചെയ്യാറില്ല, അല്ലെങ്കിൽ കുറേയധികം പേര് ചെയ്യാറില്ല. ഒന്ന്, ഇനി ഞാൻ പറയാറുണ്ട്, എൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, അതാത് ദിവസത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണമെന്ന് പറയാറുണ്ട്. ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്, അവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒന്ന്. 2, അതിലെന്തെങ്കിലും തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട്. 3, നമ്മൾ വെറുതെ ഒരു കാര്യം കാണുകയാണ്, കേൾക്കുകയാണെങ്കിൽ വായിക്കുകയാണ്, അതിങ്ങനെ പോകും, വെള്ളമൊഴുകുന്ന പോലെ അങ്ങനെ ഒഴുകിപ്പോകും, കുറച്ച് അവിടെ ഇവിടെയൊക്കെ തടഞ്ഞു നിൽക്കും. അതേസമയം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ധാരണയുണ്ട്, ഇത് കേട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ നോട്ട്സ് എഴുതി എനിക്ക് കൊടുക്കാനുണ്ട്, ഈ ഒരു ധാരണ ഇവിടെ ഉണ്ട് എങ്കിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ഇവിടെ നിൽക്കും. 4, ഇനിയുമുണ്ട്. നിങ്ങൾക്ക് പിന്നീടൊരു സമയത്ത് ഇതിലൊരു കാര്യം അറിയണം. നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത സമയത്ത് അതിലൊരു ടെക്നിക്ക് അല്ലെങ്കിൽ സംതിങ്, ഒരു സംഗതി ഞാൻ കേട്ടിരുന്നു, പക്ഷേ അത് എവിടെയാണ്, ഏത് പാർട്ടിലാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. അപ്പോൾ ഇത്രയും ഓഡിയോ ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തപ്പോൾ പോയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഇത്രയും ഓഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ കേട്ട് വന്നാലേ അത് അറിയാൻ പറ്റുള്ളൂ. മറ്റേ ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും. ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ ആ ഡേ ആ പാർട്ട് മാത്രം പ്ലേ ചെയ്യിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏതൊരു കാര്യമായാലും ശരി, എഴുതുന്ന സമയത്താണ് അത് കൂടുതൽ ആധികാരികമായിട്ട്, കൂടുതൽ കൃത്യവും വ്യക്തവും ആഴത്തിലും സബ് കോൺഷ്യസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളത് കൊണ്ട് എഴുതാൻ പറയുന്നത്. അപ്പോൾ എഴുതാൻ പറഞ്ഞാൽ ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് കുറേ പേര് എഴുതി അയക്കും. ഞാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട് കേട്ടോ. ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഒരുപാട് ലേറ്റ് ആവും. കാരണം ഇത് ഓരോന്ന് ഞാൻ നോക്കിയിട്ട് ആൻഡ് റിപ്ലൈ കൊടുത്തിട്ടേ കഴിയുന്നതും അന്നത്തെ ദിവസം ഉറങ്ങാറുള്ളൂ, സമയമെടുക്കും. പക്ഷേ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ പിന്നെ എനിക്ക് സുഖമാണ്. ആദ്യത്തെ ദിവസം ഒരു 80% ആൾക്കാർ നോട്ട്സ് എഴുതി അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ഇതിങ്ങനെ കുറഞ്ഞ് വരുന്നത് കാണാം. ഒരു പകുതി കഴിയുമ്പോഴേക്കും, കോഴ്സിൻ്റെ ഒരു പകുതി ഡേ ഒക്കെ കഴിയുമ്പോഴേക്കും, ഇപ്പോൾ 21 ഡേയ്സ് ആണെങ്കിൽ 10 ദിവസം 11 ദിവസം കഴിയുമ്പോഴേക്കും ഒരു 50% ആൾക്കാരെ പിന്നെ എഴുതി അയക്കുള്ളൂ, ബാക്കിയൊക്കെ അവിടെ കൊഴിഞ്ഞു. ഏറ്റവും ഫൈനൽ സ്റ്റേജിലെത്തുമ്പോഴേക്കും ഒരു 20-25% ആൾക്കാർ എഴുതി അയക്കുക. റിയലി നിങ്ങൾ സ്വയം എടുത്തു കഴിഞ്ഞാൽ, സ്വയം അവനവൻ്റെ കാര്യം എടുത്ത് നോക്കിക്കോളൂ. നിങ്ങളിതുപോലൊരു കോഴ്സിൽ, അത് എൻ്റെ കോഴ്സായിക്കോട്ടെ മറ്റൊരാളുടെ കോഴ്സായിക്കോട്ടെ, എത്രമാത്രം ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കോഴ്സിൻ്റെ മൂല്യം കൂടുതലാണെങ്കിൽ അവിടെ ചെയ്യും. നിങ്ങൾക്കറിയാം, ചില ട്രെയിനേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻസ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് 10,000-ങ്ങളോ ചിലപ്പോൾ ലക്ഷങ്ങളോ ഒക്കെ വാങ്ങിയിട്ടായിരിക്കും. അപ്പോൾ അത്തരം കോഴ്സുകൾക്ക് വലിയ പേരായിരിക്കും, കാരണം ഭയങ്കര റിസൾട്ടാന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവരുടെ അനുഭവങ്ങളും കഥകളൊക്കെ ഒരുപാട് ഇങ്ങനെ പറയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ അത്രയും ഇൻവെസ്റ്റ് ചെയ്തതാണ്. ചിലപ്പോൾ അത്ര ഇല്ലായ്മയിൽ നിന്ന് അവർ കടം വാങ്ങിയിട്ടോ പണയം വെച്ചിട്ടോ വേറെ ഏതെങ്കിലും വിധത്തിൽ റോൾ ചെയ്തിട്ടോ ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ട് ഇത് റീപേ ചെയ്യണം എന്നുള്ള വിധത്തിലൊക്കെ ചെയ്തു തുടങ്ങിയ ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ചൂട് അവർക്കുണ്ടാകും. ഒരു ചെറിയ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ മെജോറിറ്റിക്കും അതില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം, ഒരു സ്റ്റെപ്പും കൂടി അപ്പുറത്ത് പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ 7 ഡേയ്സ് ക്ലാസ്സില്ലേ, ഇപ്പോൾ ഓഫർ റേറ്റിൽ 99 റുപ്പീസിന് കൊടുക്കുന്ന ക്ലാസ്, ആ ക്ലാസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് വേദനയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം, ഒരു 10% ആൾക്കാർ മാത്രമേ നോട്ട്സ് ചെയ്താറുള്ളൂ. പക്ഷേ 2000 റുപ്പീസിൻ്റെ അടുത്ത കോഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ മാതിരി 21 ഡേയ്സ് കോഴ്സ്, അതിൽ കുറച്ചുകൂടി കൂടുതൽ പേര് നോട്ട്സ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാറുണ്ട്.
അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ക്ലാസ്സുകളുണ്ട്, അതിൽ കൂടുതൽ പേര് നോട്ട്സുകൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ആ വാല്യൂ. അപ്പം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പൊതുവിൽ ഇതുപോലെ നോട്ട്സ് അയക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഈ 7 days ക്ലാസ് നിങ്ങൾ ആകെ 99 rupees കൊടുക്കുന്നുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണം, നിങ്ങളൊരു 10,000 rupees എനിക്ക് തന്നിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ആ വാല്യൂ നിങ്ങളവിടെ കൊടുക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. എനിവേ, പിന്നെ ഞാൻ അത്രയും എമൗണ്ട് കുറച്ച് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരം. 1. 2, ചിലർക്കെങ്കിലും സംശയമാണ് ഇതൊക്കെ വല്ലതും നടക്കുമോ എന്ന് സംശയം. അവർക്കൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള ലെവലിൽ തന്നെ അവർ ചെയ്തോട്ടെ, മനസ്സിലാക്കിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ആ ഒരു എമൗണ്ടിൽ കൊടുക്കുന്നത്. എനിവേ, അപ്പോൾ ഭംഗിയായിട്ട് ചെയ്യുക. നിങ്ങൾ ഏത് കോഴ്സ്, ആര് കോഴ്സ് എടുത്ത് ചെയ്താലും ശരി, ഇവനൊരു ഫ്രീ കോഴ്സ് ചെയ്താലും ശരി, യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണെങ്കിലും അത് സ്ഥിരമായിട്ട് ചെയ്യുക. അതല്ലാതെ 4 ദിവസം ചെയ്തിട്ട് പിന്നെ അവിടെ നിർത്തരുത്. ശ്രീ നാരായണ ഗുരുസ്വാമി പറയുന്നതുപോലെ ആരംഭശൂര ഖലു കേരളീയ എന്ന് അദ്ദേഹം പറയാറുണ്ട്, ആരംഭശൂരത്തെക്കുറിച്ച്. അങ്ങനെയല്ല, അത് സ്ഥിരമായിട്ട് ചെയ്യുക. അപ്പം നിത്യാഭ്യാസി ആനയെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഗംഭീരമായിട്ടുള്ള, അതിഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിപ്പിക്കും. ഇനി മറ്റൊന്ന്, ഉചിതമായിട്ടുള്ള ടെക്നിക്ക്. ഉചിതമായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷനിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ടെക്നിക്കുകളുണ്ട്, ഒരുപാട് ടെക്നിക്കുകളുണ്ട്. പലരും ചോദിക്കാറുണ്ട്, സാറേ ഏതാണ് ഏറ്റവും നല്ല ടെക്നിക്ക്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഏതാ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു അസുഖമുണ്ടെന്നിരിക്കട്ടെ, എന്തും ആയിക്കോട്ടെ, പറയുകയാണ് ഇവിടെയുള്ള ഏറ്റവും നല്ല മരുന്ന് തരാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം? ഇവിടെയുള്ള ഏറ്റവും നല്ല മരുന്ന് പോരട്ടെ പറയാം. അതിൻ്റെ ബുദ്ധിശൂന്യത മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതായത് നിങ്ങളുടെ പ്രായം, ശാരീരികക്ഷമത, നിങ്ങൾക്കുള്ള മറ്റ് അസുഖങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ലോ ഓഫ് അട്രാക്ഷനിലും ഇത് തന്നെയാണ്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട് എങ്കിൽ അത് മാത്രം തന്നാൽ മതിയല്ലോ. എന്തിനാ ഒരുപാട് ടെക്നിക്കുകൾ? ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ടെക്നിക്കുകൾ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും അവരവരുടെ മാനസികാവസ്ഥകൾക്കും ജീവിത രീതിക്കുമൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ടാകും. അപ്പം നിങ്ങൾക്ക് വേണ്ട ടെക്നിക്ക്, നിങ്ങൾക്ക് ഉചിതമായ ടെക്നിക്ക് ഏതാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ശരിക്കും ഓരോ ടെക്നിക്കുകളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. വിഷൻ ബോർഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അഫർമേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇത് കൃത്യമായിട്ട് അതിൻ്റെ തിയറിറ്റിക്കൽ സൈഡും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റൂ. 1. അതുപോലെ തന്നെ മറ്റൊന്ന്, അവനവൻ്റെ മനസ്സ് കൂടുതൽ സ്വീകരിക്കുന്ന മാർഗങ്ങളുണ്ടാകും. കൂടുതൽ വിധത്തിൽ കൂടുതൽ പെട്ടെന്ന് സ്വീകരിക്കുന്ന ചില മാർഗങ്ങളുണ്ടാകും. അതുകൂടി നോക്കി വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകളെ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ടെക്നിക്കുകളെ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഞാൻ കുറച്ച് വേഗത്തിൽ പറയാം, നമ്മുടെ സമയം എനിക്ക് പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് വീട്ടിൽ ഓരോ കാര്യങ്ങളുള്ള ആൾക്കാരായിരിക്കും. 2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്താം. മറ്റൊന്ന്, അഫർമേഷനിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. അതും 2-3 കാര്യങ്ങളുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിലും പുസ്തകങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിലും 101 അഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് ധാരാളം പുസ്തകങ്ങളുണ്ട്, പുസ്തകങ്ങളും വീഡിയോകളും ഇതെല്ലാം ഉണ്ട്. പക്ഷെ അവിടെയും ഞാൻ പറയുന്നത്, നിങ്ങൾക്കുള്ള അഫർമേഷൻ നിങ്ങൾ തയ്യാറാക്കണം, സ്വയം തയ്യാറാക്കണം. കാരണം എൻ്റെ അഫർമേഷൻ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള വാക്കുകൾ, ഏറ്റവും ഉചിതമായിട്ടുള്ള ശൈലി അതവിടെ സ്വീകരിക്കാൻ പറ്റുന്നത്. അതല്ലാതെ ആരെങ്കിലും തയ്യാറാക്കിയ ഒരു അഫർമേഷൻ ചിലപ്പോൾ അത് എനിക്ക് സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. എന്നോട് നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, സാറേ എനിക്ക് കുട്ടിയുടെ പഠനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സംതിങ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു അഫർമേഷൻ തയ്യാറാക്കി തരാമോ എന്ന് ചോദിക്കും. ഞാൻ അവരോട് ഞാൻ തയ്യാറാക്കി കൊടുക്കാറില്ല. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു 5 അഫർമേഷൻ തയ്യാറാക്കി എനിക്ക് അയച്ചു തരൂ. അതിൽ നിന്ന് എന്തെങ്കിലും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ബെസ്റ്റായിട്ടുള്ളൊരു അഫർമേഷൻ ഞാൻ ചൂസ് ചെയ്ത് തരാം. ഇതേ ഞാൻ പറയാറില്ല, ഞാൻ അഫർമേഷൻ ഉണ്ടാക്കി കൊടുക്കാറില്ല. അതിൻ്റെ കാരണം ഇതാണ്. 2 കാരണമാണത്. 1, അവരവർക്ക് ഉചിതമായിട്ടുള്ള വാക്കുകൾ അവരവരിൽ നിന്ന് കിട്ടണം. 2, അവരവരുടെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് വേണം. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അഫർമേഷൻ നിങ്ങൾ ഉണ്ടാക്കി തരൂ.
ബാക്കി നോക്കാം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ചെയ്യാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിഷൻ ബോർഡ് ഇടയ്ക്ക് വാട്സപ്പിലോ യൂട്യൂബിലോ എവിടെയോ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ട വിഷൻ ബോർഡുകൾ തയ്യാറാക്കി നൽകുന്നു, ചെറിയ തുച്ഛമായിട്ടുള്ള ഫീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെയും ഇത് തന്നെയാണ്. വിഷൻ ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് വെറുതെ കണ്ടതുകൊണ്ട് മാത്രമല്ല, കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് മാത്രമല്ല, അത് മനസ്സുകൊണ്ട് കാണാൻ പറ്റണം. മനസ്സുകൊണ്ട് കാണണമെങ്കിൽ ഹൃദയം കൊണ്ട് ഉണ്ടാക്കേണ്ടി വരും. മനസ്സിലാവുന്നു? ഹൃദയം കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വയം ചിത്രങ്ങൾ വരച്ചുണ്ടാക്കണം. ഇനി അതല്ല, ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചിത്രങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് വെട്ടിയുണ്ടാക്കണം. ഇനി അതുമല്ല, കൂടുതൽ ബെറ്ററായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാം. ഇനി സ്വയം കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, സാരമില്ല, നിങ്ങളൊരു DTP സെൻറ്ററിൽ പോയിരുന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇന്ന ചിത്രം ഇന്ന കളറിൽ ഇവിടെ ഇങ്ങനെ 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 പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മനസ്സിൽ പതിയണം ചിത്രം. അതല്ലാതെ അവിടെ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന റെഡിമെയ്ഡ് വിഷൻ ബോർഡ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് ഗുണം കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനേക്കാളൊരു 100 ഇരട്ടി ഗുണം കിട്ടും ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ ചെയ്താൽ. ഇത് നമ്മുടെ മനസ്സിലേക്ക് എത്തണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ വിധത്തിലുള്ള ഇത്രയൊക്കെ കാര്യങ്ങൾ, 2-3 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അഫർമേഷൻ വർക്കാകുമെന്നുള്ളത് അവിടെ ശ്രദ്ധിക്കേണ്ടത്. വാസ്തവത്തിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ്ങിനെ പറ്റി നമുക്ക് ചോദ്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. അദ്ദേഹം എഴുതിയിട്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല. കുറേ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, 2-3 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒരു അഫർമേഷനിൽ അത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ്ങിനെ പറ്റിയൊരു സംഗതിയല്ല. ഒരേ സമയം വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഇവൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഒരു സമയം ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ള അഫർമേഷൻ കൊടുക്കാം. 1. 2, അതല്ലെങ്കിൽ പരസ്പര ബന്ധമുള്ള 1-2 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഫർമേഷൻ കൊടുക്കാം. അതല്ലാതെ 2 എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഫർമേഷൻ കൊടുക്കരുത്. അഫർമേഷൻസിൻ്റെ വെബിനാറിൽ ഞാൻ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാരണ സഹിതം പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അഫർമേഷൻ്റെ വെബിനാർ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. മറ്റന്നാൾ, അതായത് ബുധനാഴ്ച, ഇതുപോലെ നമുക്കൊരു ഫ്രീ വെബിനാറുണ്ട്, ചക്ര മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം സംഭവിക്കുന്നത് മനസ്സിൻ്റെ പവറിനെ, മനസ്സിൻ്റെ ശക്തിയെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ചില ടെക്നിക്ക്, നമ്മൾ ഇത്തരം ടെക്നിക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചില വ്യക്തികളിൽ ചില കാര്യങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടാകും. അത്തരം ബ്ലോക്കുകളെ തിരിച്ചറിയാനും അതിനെ പരിഹരിക്കാനുമുള്ള മാർഗ്ഗങ്ങളാണ്, ലളിതമായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് മറ്റന്നാളത്തെ വെബിനാറിലുള്ളത്. അതിൻ്റെ നാളെ അത് അനൗൺസ് ചെയ്യും. മറ്റന്നാൾ അതിൻ്റെ ലിങ്ക് മറ്റ് ഡീറ്റെയിൽസും ഒക്കെ തരും. നമ്മളിതുപോലെ തന്നെ രാത്രി 8 മണി മുതൽ ഒരു 9 മണി 9:30 വരെയൊക്കെ ആയിരിക്കും. അതിൽ കഴിയുന്നിടത്തോളം പേര് പങ്കെടുക്കുക. ഞാനിനെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം. കൂടുതൽ എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? നേരത്തെ ആരോടോ മറ്റൊരിക്കൽ ചോദിക്കാൻ പറഞ്ഞില്ല, മൈക്ക് എന്തോ പ്രശ്നമായിട്ട് ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടെ വാങ്ങാം. എന്തോ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒത്തിരി നേരമൊക്കെ ജപിക്കുന്നവരാണ്. പക്ഷെ ബാക്കിയുള്ളവർക്കാർക്കും ഭയങ്കര പറ്റിയില്ല. അവരെല്ലാം യുക്തിവാദികളുടെ സംഘടനപ്പെടുന്നു. ശരി, അവരാർക്കില്ല. നമ്മളെ നെഗറ്റീവാക്കാൻ നമ്മളെ ആദ്യമെല്ലാം പറയുക, വേറൊരു പിന്നെ ഇത് കണ്ടവരെ എഴുതി വെച്ചത് രാവിലെ വായിക്കുക, മറ്റേത് മറിച്ച് ഭയങ്കര നമ്മളെ അങ്ങനെ നെഗറ്റീവ് ആക്കുന്നുണ്ടല്ലോ. ഇത് ഭയങ്കര വിഷമമായിരിക്കും. എന്തിനാ വിഷമിക്കണേ? അതെന്തിനാ വിഷമിക്കുന്നത്? അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് തന്നെ ഉറപ്പില്ലാത്തോണ്ടല്ലേ വിഷമം, അല്ലേ? മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായോ? ശരി. അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, എല്ലാവരുടെയും അറിവിന് വേണ്ടിയിട്ടാണ്.
ചില ജപങ്ങൾ, എല്ലാമല്ല ചിലതെല്ലാം, ചില ജപങ്ങൾ, അതുപോലെ തന്നെ ചില പ്രാർത്ഥനകൾ, ചില ഭക്തിഗാനങ്ങൾ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകളുടെ ആവർത്തനം അവിടെ കാണാം. പലപ്പോഴും ദുഃഖങ്ങൾ മാറ്റണം, ദുരിതങ്ങൾ മാറ്റണം, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചില മന്ത്രജപങ്ങളും യഥാർത്ഥ വേദമന്ത്രങ്ങളിലൊന്നും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്കറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കൂ. അത്തരം വാക്കുകൾക്ക് പകരം പോസിറ്റീവായിട്ടുള്ള ഒരു വാക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയാൽ അതായിരിക്കും നന്നാവുക. അതുപോലെ മിക്കവാറും ഭക്തിഗാനങ്ങളിൽ, അത് ഏത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭക്തിഗാനങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിധത്തിലുള്ള വാക്കുകൾ അവിടെ കാണും. കഴിയുന്നിടത്തോളം അത്തരം ഭക്തിഗാനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നല്ല പോസിറ്റീവായിട്ടുള്ള, മനസ്സിനെ നല്ല ശാന്തതയിലും സമാധാനത്തിലുമൊക്കെ നിർത്തുന്ന ഗാനങ്ങളുണ്ടാകും. അത്തരം ഭക്തിഗാനങ്ങളൊക്കെ കേട്ടോളൂ. പക്ഷെ മറ്റുള്ളതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ല, ഞാൻ അങ്ങനത്തെ ഒന്നും പറയില്ല. ശരി. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. താങ്കൾ ചെയ്യുന്നത് ഗുണകരമാണ്, അത് ശരിക്കും മൂല്യമുള്ളതാണ് എന്ന് സ്വയം ബോധമുണ്ടെങ്കിൽ മറ്റുള്ളവരാരെന്ത് പറഞ്ഞാലും അതിൽ വിഷമിക്കേണ്ടതില്ല. അത്രയേ ഉള്ളൂ. കേട്ടോ? ശരി. അതിൽ ആ ഉറപ്പാണ് വേണ്ടത്, വിശ്വാസമല്ല, ആ ഉറപ്പാണ് വേണ്ടത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. മറ്റെന്തെങ്കിലും പറയൂ. മൈൻഡ് സെറ്റിന്റെ അപ്പൊ നമ്മള് എപ്പോഴും നമ്മള് ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കില്ല. ആ സമയത്ത് മൈൻഡ് സെറ്റ് തന്നെയായിരിക്കുമല്ലോ. എനിക്ക് ക്ലിയർ ആവുന്നില്ല, ശബ്ദം ക്ലിയർ ആവുന്നില്ല. നോക്കൂ, മറ്റാരെങ്കിലും ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. കേൾക്കാമോ? മനസ്സിലാകുന്നില്ല. പറയൂ കവിത. എനിക്ക് തോന്നുന്നത് സാറിന്റെ മൈക്ക് ഓഫാക്കിയാൽ ചിലപ്പോ ഇത് കറക്റ്റ് ആവും. എന്റെ മൈക്ക് മ്യൂട്ടാക്കേണ്ടതുണ്ടോ? ഞാനൊന്ന് മ്യൂട്ടാക്കി തരാം. ശരി, ഞാൻ മ്യൂട്ടാക്കാം. പറഞ്ഞോളൂ. സാറ്, നമ്മുടെ മൈൻഡ് സെറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ കുറെ പ്രാവശ്യം ചിന്തിച്ചിട്ടും ചിലപ്പോ നമുക്ക് നടന്നിട്ടുണ്ടായിരിക്കില്ല. അതേ മൈൻഡ് സെറ്റ് വെച്ച് തന്നെ ആയിരിക്കും ഒരു പ്രാവശ്യമായിരിക്കും ചിലപ്പോ ഒരു നെഗറ്റീവ് കാര്യം നമുക്ക് വന്നത്. അത് ഉറപ്പായിട്ടാണ്. കാരണം എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു കാര്യം ഞാൻ ഒരുപാട് ആലോചിച്ച് നടന്നിട്ട് ചിലപ്പോ അത് പെട്ടെന്നൊന്നും ആയിട്ടുണ്ടാവില്ല. ആ സമയത്ത് വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നടക്കുമ്പോ കുറച്ച് ദിവസം അടുപ്പിച്ചിട്ട് ഒരു പ്രാവശ്യം വെള്ളം കണ്ടപ്പോ അയ്യോ ഞാൻ ഇന്ന് വീഴുവോ, ഇത് കണ്ടാൽ വീഴുമല്ലോ. ഏകദേശം ഒരാഴ്ച വേണ്ടി വന്നുള്ളൂ ബാൽക്കണിന് നേരെ നിലത്തെത്തി 2 മാസം കിടക്കേണ്ടി വന്നു. അപ്പൊ എനിക്ക് അത് കാരണം ഈ ലോ ഓഫ് അട്രാക്ഷൻ ചിന്തിക്കാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു ഭയമായിട്ട് ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കയറിയാണ് ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കാനുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും സാറ്? ശരി, അത് പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതായത് താങ്കൾ ചോദിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണമെന്ന് പറഞ്ഞ് എന്തൊക്കെ ചെയ്താലും അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം വെറുതെ ചിന്തിച്ച് വിട്ടാൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. അതെന്താണ് അല്ലേ? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഒന്ന്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന്, നമുക്ക് തന്നെ ഉറപ്പില്ല അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. 2, വൈകാരികമായിട്ടുള്ള ഭാവം പലപ്പോഴും നമ്മളവിടെ കൊണ്ടുവരുന്നില്ല. കാരണം ബ്രെയിനിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങളും വികാരങ്ങളുമാണ്. അതുകൊണ്ടാണ് അഫർമേഷൻ കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ പരമാവധി വൈകാരികമായ ഭാവം കൂടി ചേർത്ത് കൊടുക്കണമെന്ന് പറയാൻ കാരണം. അപ്പം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അഫർമേഷനോ സംതിങ് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഈ വൈകാരികമായിട്ടുള്ള ഭാവം അവിടെ കൊണ്ടുവരില്ല. അത് ആർട്ടിഫിഷ്യലായിട്ട് അങ്ങനെ പോകും. അതേസമയം ഈ നെഗറ്റീവായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് അതൊരു സ്വാഭാവിക ചിന്തയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ വൃത്തിയാക്കിയെടുത്ത ഈ ഭൂമിയിൽ, ഈ കൃഷിയിടത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു മുൾച്ചെടിയുടെ വേര് വളർന്നു വരിക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അല്ലേ? അതേസമയം നമ്മളൊരു വിത്ത് നട്ട് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതിന് പോയി വെള്ളമൊഴിച്ച് അതിന് ആട് കടിക്കുന്നുണ്ടോ എന്ന് നോക്കി ഇതൊക്കെ ചെയ്ത് വരണം. പക്ഷെ മറ്റേത് വളർന്നു വരാൻ വളരെ എളുപ്പത്തിൽ വളർന്നു വരും. ഇത്രയേ ഉള്ളൂ. കാരണം നമ്മളിൽ ഓൾറെഡി ആ നെഗറ്റീവ് ചിന്ത അവിടെയുണ്ട്. അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് വെള്ളം അവിടെ ഇറ്റിച്ചു കൊടുത്തു, അത് സ്വാഭാവികമായിട്ട് വളർന്നു. 1. 2, ആ ചിന്ത, അത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ചിന്ത മനസ്സിൽ വന്ന സമയത്ത് അങ്ങനെ സംഭവിക്കുമോ എന്ന് വെച്ച സമയത്ത് 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. 1, ആ ചിത്രം അങ്ങനെ സംഭവിച്ചാൽ
ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചിത്രം നമ്മൾ അറിയാതെ തന്നെ അവിടെ വന്നു. 1. 2 വൈകാരിക ഭാവവും വന്നു. 3 അതിനപ്പുറവും ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്തൊക്കെയാകും എന്ന് വെച്ചിട്ട് അതിൻ്റെ എക്സ്ട്രീം അറ്റ് ദ എൻഡ് വരെ ചിന്തിച്ചിട്ടുണ്ടാകും. ഇതാ സംഭവിച്ചിട്ടുണ്ടാവുക. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? ഒന്ന് മൈക്ക് അഡ്മിറ്റ് ചെയ്യാമോ? ശരിയാണ് സർ. ഇതാണ് കാര്യം. അത്രയൊക്കെ ചിന്തിക്കുന്നത് ശരിയാണ്. ഇതാണ് കാര്യം. നമ്മൾ അതിൻ്റെ അഡ്ഡ ഇപ്പം നമ്മളൊരു വീട് വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് പരമാവധി ഒരു വീട് വാങ്ങുന്നത് അല്ലെങ്കിൽ വീട് വെക്കുന്നത്, അവിടെ താമസിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ. അതിൻ്റെ അപ്പുറം ചിന്തിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചിന്ത കടന്നു പോകുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലെവൽ, അതിൻ്റെ അപ്പുറം വരെ ചിന്തിക്കും. ഇതാണ് എൻ്റെ കാര്യം. അത് മാറ്റിയാൽ മതി. തുടക്കത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചിന്ത വന്നാൽ അതിനെ ക്രോസ് ചെയ്തേക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചിന്ത കൊടുക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു. ശരി. എന്തോ മറ്റന്നാൾ വെനസ്ഡേ മറ്റന്നാൾ 99 ഞാൻ തന്ന കോർഡിനേറ്റർ നമ്പറിൽ ഒന്ന് വിളിച്ചോളൂ. അത് ഓരോരോ ബാച്ചുകളായിട്ടാണ് തുടങ്ങുന്നത്. അവർ പറഞ്ഞു തരും. 8086089337 എന്നുള്ള നമ്പറിൽ വിളിച്ചോളൂ. നെഗറ്റീവാണ് ശരിക്കും, എക്സ്ട്രീമായി കിട്ടും. യെസ്. ഓക്കെ. മറ്റെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? പറയൂ സാർ. ഇപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാ ആൾക്കും ചിലപ്പോൾ അത് സംഭവിക്കണമെന്നില്ലല്ലോ. സാർ എന്ന് പറഞ്ഞു ലോ ഓഫ് കർമ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കർമ്മ, നമ്മളെ പാസ്റ്റ് ലൈഫ് കർമ്മ, ഇതെല്ലാം നമ്മൾ ക്ലെൻസ് ചെയ്യാതെ അത് നടക്കാനുള്ള ചാൻസ് കുറവാണ്. അതെ. അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റികളും ഈ പറയുന്ന കർമ്മയെ ക്ലിയർ ചെയ്യാൻ കൂടി വേണ്ടിയുള്ള പലതും അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന വിഷ്വലൈസേഷൻ തന്നെയാണ്. അതിൻ്റെ നോക്കൂ, ഞാനൊരു കഥ പറയാം. അതിനെ കുറച്ച് കഥയായിട്ടും കുറച്ച് കാര്യമായിട്ടും മാത്രം എടുക്കുക കേട്ടോ. ഒരു കാര്യം പറയാനുണ്ട്. യത് ഭാവാത് തദ്ഭവതു. എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് ചിന്തിക്കുന്നത് സംഭവിക്കും എന്നുള്ള ഒരു സംഗതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഞാനൊരു കഥയിലേക്ക് പറയാം. ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആസ്ട്രോളജർ ഉണ്ട്. ഇതിനെ കഥയായിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ, സന്ദേശം വേറെ എടുത്തോളൂ. ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആസ്ട്രോളജർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആസ്ട്രോളജറെ കാണാൻ വേണ്ടിയിട്ട് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, വളരെ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് അധികം പൈസയൊന്നുമില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ കാതങ്ങളോളം നടന്ന്, ഒരുപാട് ദൂരം നടന്ന് ഇദ്ദേഹത്തെ കാണാനെത്തി. അപ്പോൾ ഈ ആസ്ട്രോളജർ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം എന്നെ ഒന്നുകൂടി വന്ന് കാണൂ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് മടങ്ങുകയാണ്. അപ്പോൾ മടങ്ങാൻ ഒരുപാട് ദൂരം നടക്കണം, ഒരുപാട് ദൂരം പോകണം. അപ്പോൾ ഇങ്ങനെ പോയി അദ്ദേഹം മടങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ആസ്ട്രോളജറുടെ ഭാര്യയോ ശിഷ്യനോ ആരോ ചോദിക്കുന്നുണ്ട്, ഈ വ്യക്തി മടങ്ങിപ്പോയതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അദ്ദേഹത്തെ തിരികെ അയച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഇനി 3 ദിവസം കൂടി മാത്രമേ ആയുസുള്ളൂ, 3 ദിവസം കൂടി ആയുസുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ മടക്കി അയച്ചത് എന്ന് മാത്രം പറഞ്ഞു വെച്ചു. അപ്പോൾ ചോദിച്ചു, അതിന് പരിഹാരമൊന്നുമില്ലേ എന്ന് ചോദിച്ചു. പരിഹാരമൊന്നുമില്ലേ? ശരിക്കും നല്ലൊരു അസ്ട്രോളജർ അതിന് പരിഹാരം കൂടി കൊടുക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു, പരിഹാരമുണ്ട്, പക്ഷെ ആ പരിഹാരം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പരിഹാരം എന്ന് ശിഷ്യൻ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട വിധത്തിൽ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ദേവാലയം, അതിനെ പുനരുദ്ധാരണം നടത്തി അവിടെ പുനഃപ്രതിഷ്ഠ നടത്തി അതിനെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനെ ഉയർത്തി അതിൻ്റെ പരിപൂർണതയിലെത്തിക്കണം. അതാണ് അതിൻ്റെ പരിഹാരം. പക്ഷേ ഞാനതിന് പറയാത്തതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനത് പറഞ്ഞാലും ഇദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സാമ്പത്തിക അവസ്ഥയില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞു കൊടുക്കാത്തത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ മറ്റൊരു വിധിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർമ്മയുണ്ടെങ്കിൽ, ജീവിക്കാനുള്ള ഒരു നിയോഗമുണ്ടെങ്കിൽ അത് സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അയാളെ വിട്ടിരിക്കുന്നത്. ശരി, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എന്തു തന്നെയായാലും ഇവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ വൃദ്ധൻ മടങ്ങിയെത്തി. അപ്പോൾ ഇവർക്ക് വലിയ അത്ഭുതമായി. മടങ്ങിയെത്തിയപ്പോൾ ശിഷ്യൻ ആ സമയത്ത് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങയുടെ പ്രവചനം തെറ്റിപ്പോയല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രവചനം ശരിയായിരുന്നുവെങ്കിൽ ഇദ്ദേഹം മരണപ്പെട്ടു പോകേണ്ടതാണ്, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ആസ്ട്രോളജർ ഈ വന്ന ആളോട് തന്നെ ഇവിടുന്ന് പോയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിവിടുന്ന് കുറേ ദൂരം നടന്ന് പോയപ്പോഴേക്കും ഒരു കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മഴ പെയ്തു.
മഴ പെയ്തപ്പോൾ എനിക്ക് നനയാതിരിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടം കണ്ടു. അവിടെ ഇങ്ങനെ കയറി നിന്നു. അപ്പോൾ മഴ ഇങ്ങനെ പുറത്ത് തകർത്ത് പെയ്യുകയാണ്. ഞാൻ ഈ കെട്ടിടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കുന്ന സമയത്താണ് അത് പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്, ഒരു പഴയ ക്ഷേത്രമാണ്. അത് പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, ഈ ക്ഷേത്രം ഒരു പുനരുദ്ധാരണം നടത്തി ഇവിടെ ഇങ്ങനെ ചുവരാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് അതിനൊരു പുനഃപ്രതിഷ്ഠ നടത്തി അതിന് ധാരാളം ദീപങ്ങൾ തെളിയിച്ച് വെച്ചു. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും മഴ കഴിഞ്ഞു, അദ്ദേഹം മടങ്ങിപ്പോയി. പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ജ്യോത്സ്യൻ ശിഷ്യനെ ഇങ്ങനെ നോക്കുകയാണ്. അതായത് ഇദ്ദേഹം ഈ പറയുന്ന വൃദ്ധൻ മനോസങ്കല്പം കൊണ്ടത് സംഭവിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ മനോസങ്കല്പത്തിലൂടെ അങ്ങനെ ഒരു കാര്യം സംഭവിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന്. ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊരു സന്ദേശം തരുന്ന കഥ മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇനി അതിലപ്പുറം ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഹിപ്നോസിസ് ചെയ്യുന്ന സമയത്ത് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ മാതിരിയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ ഞാൻ സമയം ഇടയ്ക്ക് നോക്കുന്നത് കേട്ടോ. എനിക്ക് പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വിശക്കുന്നവരുണ്ടാകും, സാരമില്ല, ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഹിപ്നോസിസിന് വിധേയമാക്കിയ വ്യക്തിയെ ചില നിർദ്ദേശങ്ങളിലൂടെ അവരുടെ പൂർവ്വജന്മങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സുണ്ട്. അതിനെയാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഹിപ്നോസിസിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. എനിവേ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പൂർവജന്മാർജിതമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ചില വ്യക്തികളിൽ, എല്ലാവരിലുമല്ല, ഞാൻ വീണ്ടും പറയുന്നു, തെറ്റിദ്ധരിക്കരുത്, എല്ലാ വ്യക്തികളുടെയും എല്ലാ അസ്വസ്ഥതകളുടെയും കാരണം പൂർവ്വജന്മങ്ങളിലോ അതിൻ്റെ പരിഹാരം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പിയോ അല്ല. പക്ഷെ ചില വ്യക്തികളുടെ ചില അസ്വസ്ഥതകൾ നമുക്കവിടെ പരിഹരിക്കാം. അപ്പോൾ അവിടെ അപൂർവമായിട്ടാണെങ്കിലും ചിലരുടെ അസ്വസ്ഥതകളുടെ കാരണത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പൂർത്തീകരണങ്ങൾ അവിടെ ബാക്കി നിലനിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതിൽ പൂർത്തീകരണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് വിധത്തിലാണ് പരിഹരിക്കുന്നത്. ഒന്ന്, അവരോട് പറയും ഇങ്ങനെ ഒരു കാര്യം ചെയ്തോളൂ എന്ന് പറയും. സപ്പോസ് ഭൗതിക തലത്തിൽ തന്നെ നിങ്ങൾ ചെയ്യൂ എന്ന് പറയും. അതായത് ഇപ്പോൾ ചില ആസ്ട്രോളജേഴ്സ് നിങ്ങളോട് പറയുന്നില്ലേ, 100 പേർക്ക് ഭക്ഷണം കൊടുക്കൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊടുക്കൂ എന്ന് പറയാറില്ലേ, വസ്ത്രം ദാനം ചെയ്യൂ, ഇങ്ങനെയൊക്കെ പറയാറില്ല. അതുപോലെയുള്ള ചില കാര്യങ്ങൾ അവരോട് പറയും. ചില കാര്യങ്ങൾ നമുക്ക് ഭൗതിക തലത്തിൽ ചെയ്യാൻ പറ്റാത്തതുണ്ടാകും, ഈ പറഞ്ഞ മാതിരി. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിർദ്ദേശങ്ങളിലൂടെ അത് സംഭവിച്ചതായിട്ടുള്ളൊരു ഇമേജ് അവിടെ കൊടുക്കും. മനസ്സിലാവുന്നുണ്ട്? സബ് കോൺഷ്യസിന് അറിയില്ല സത്യമേതാ മിഥ്യേതാന്ന്. അപ്പോൾ അത് ശരിക്കും സംഭവിച്ചതായിട്ടുള്ള ഭൗതിക തലത്തിൽ സംഭവിക്കുന്ന വിധത്തിലുള്ള ഒരു ഇമേജ് അവിടെ കൊടുക്കും, നിർദ്ദേശങ്ങളിലൂടെ അവിടെ സൃഷ്ടിക്കും. അത് കഴിഞ്ഞ് ഈ വ്യക്തി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മളൊരു മനോസങ്കല്പം മാത്രമാണ് കൊടുക്കുന്നത്, പക്ഷേ ആ മനോസങ്കല്പം ഭൗതിക തലത്തിൽ അത്ഭുതകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വ്യക്തികളിൽ സംഭവിപ്പിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതാണ് മനസ്സങ്കല്പത്തിൻ്റെ ഒരു സവിശേഷത, അത്ഭുതകരമായിട്ടുള്ള സവിശേഷത പറയുന്നത്. ഞാനിപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞു പോയത്? എന്താ ചോദ്യം എന്തായിരുന്നു? സർ, ലോ ഓഫ് അട്രാക്ഷൻ കർമ്മയും തമ്മിൽ ഇപ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫ് കർമ്മ ഉണ്ടെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത്. യെസ്, അതും പറഞ്ഞുതരാം കേട്ടോ. അതിലേക്കാണ് ഞാൻ വന്നത്. നമ്മൾ കർമ്മ ചിലത് അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. അത് ഞാൻ ഒന്നുകൂടി ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. അതായത് ഈ വിധത്തിൽ ഒരു കർമ്മ ഉണ്ടെങ്കിൽ, ഒരു അനുഭവം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ ഓരോ അനുഭവം ഏത് തന്നെ ആയാലും ആത്യന്തികമായിട്ട് ആ അനുഭവം നമുക്ക് സമ്മാനിക്കുന്നത് കുറച്ച് അറിവുകളാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അനുഭവത്തിലൂടെ തന്നെ അറിവുകൾ ആർജിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അനുഭവങ്ങൾ ആർജിക്കാൻ വേറെയും ധാരാളം മാർഗങ്ങളുണ്ട്. എൻ്റെ പോയിൻ്റ് മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ അറിയാം, ഇല്ലേ? പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് അവിടെ ഫീ കൊടുക്കേണ്ടി വരും, നിങ്ങൾക്ക് രാവിലെ ഉണരേണ്ടി വരും, ബസ്സിലോ ട്രെയിനിലോ കയറി വരേണ്ടി വരും, ഒരു ഫുൾ ഡേ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ, നിങ്ങളുടെ കംഫർട്ടബിളായിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ സൗജന്യമായിട്ട് കേൾക്കാം. അതുപോലെ ഏറ്റവും സുഖമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള വിധത്തിൽ ഇരുന്നുകൊണ്ട് ഈ അറിവുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ പോകാതെയും അറിവുകൾ ആർജിച്ചു കഴിഞ്ഞാൽ ആ കർമ്മഫലങ്ങളിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും വേറിട്ട് നിൽക്കാൻ പറ്റും. ആ കർമ്മഫലങ്ങളെ ലഘൂകരിക്കാൻ പറ്റും. ഒന്ന്.
2, ആ കർമ്മഫലങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കേണ്ട അനുഭവങ്ങൾ അതല്ലാതെ തന്നെ ഭൗതിക തലത്തിലോ ആത്മീയ തലത്തിലോ നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ആ കർമ്മകളിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ നേരിട്ട് കടന്നു പോകാതിരിക്കുകയോ അല്ലെങ്കിൽ സിംബോളിക്കായിട്ട് കടന്നു പോവുകയോ ചെയ്തുകൊണ്ട് അതിനെ ലഘൂകരിക്കാം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ചോദിക്കാൻ കാരണം ഇത് വളരെ ആഴത്തിലുള്ളൊരു സംഗതിയാണ്. ഞാനിപ്പോൾ വളരെ വേഗത്തിലാണ് പറഞ്ഞു പോയത്. എവിടെയെങ്കിലും ക്ലാരിറ്റി വേണ്ടതുണ്ടെങ്കിൽ ഞാൻ തരാം, എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. മ്യൂട്ടാണ്. എന്തോ കുഴപ്പമില്ല സാർ, പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ഇടയ്ക്ക് ചോദിച്ചത്, ഇപ്പൊ നമ്മള് കർമ്മ ഉണ്ട്, കർമ്മയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതിന് വിശ്വസിക്കാതെ അഫർമേഷനിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം കേട്ടോ. ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ തരാം. എനിക്ക് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഒരു ഇൻഡ്യൂഷൻ ഇങ്ങനെ വരികയാണ്. ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഇൻഡ്യൂഷൻ വരികയാണ്. ഞാൻ ആ സമയത്ത് 2 വീലർ ബൈക്ക് കുറച്ച് നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ഇൻഡ്യൂഷൻ ഇങ്ങനെ വരികയാണ്, ഒരു വിഷ്വൽ ഞാൻ കാണുകയാണ്. എൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിറയെ ചോര. ഇതാണ് ഞാൻ കാണുന്ന ചിത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ഈ വിധത്തിലുള്ള എന്ത് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെതിരായിട്ടൊന്നും ചെയ്യാറില്ല, അതിനെ പ്രതിരോധിക്കാനൊന്നും ചെയ്യാറില്ല, അത് സംഭവിക്കാതിരിക്കാനൊന്നും ചെയ്യാറില്ല, ഒന്നുമില്ല. പൂർണ്ണമായിട്ടൊരു വിട്ടുകൊടുക്കലാണ് അവിടെ പലപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ കാണണമെങ്കിൽ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ബ്ലഡ് കാണണമെങ്കിൽ അതെന്ത് സംഭവിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾ മീൻസ് നൈബേഴ്സ്, അവിടെ കുറേ കുട്ടികളുണ്ട്. ഈ പിള്ളേർ എന്തൊക്കെയോ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കുന്ന സമയത്ത് ഒരു കാക്കയുടെ കുഞ്ഞ് തെങ്ങിൻ്റെ മുകളിൽ നിലത്ത് വീണുപോയി. അപ്പോൾ അതിനെ ഈ പിള്ളേർ ഉപദ്രവിക്കുകയാണ്, കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ട് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെ കാലൊക്കെ ഒടിഞ്ഞു പോയി, ചിറകിനൊക്കെ എന്തോ പറ്റി. അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ട് വന്നിട്ട് എൻ്റെ കാർ പോർച്ചിൻ്റെ അവിടെ വെച്ച് ഇതിൻ്റെ കാലിൽ മരുന്നൊക്കെ വെച്ച് കൊടുത്തു, അതിന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു, അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ വെച്ചു. അപ്പോൾ മറ്റ് കാക്കകളൊക്കെ ഇങ്ങനെ സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അടുത്ത ദിവസം ഞാൻ രാവിലെ വരുന്ന സമയത്തും ഇതിന് ഭക്ഷണമൊക്കെ കൊടുത്തു, മരുന്നൊക്കെ വെച്ച് കൊടുത്തു, എന്നിട്ട് ഓഫീസിലേക്ക് വരികയാണ്. ഉച്ചയ്ക്ക് ഞാൻ ചെന്ന സമയത്തും ഇതിന് തീരെ വയ്യ. 2ാമത്തെ ദിവസം ഇതിന് തീരെ വയ്യ, ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ മാറ്റി വീണ്ടും അല്പം എന്തോ ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിനുള്ളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഈ കാക്കയുടെ കുഞ്ഞ് മരിച്ചുപോയി, ചത്തുപോയത്. അപ്പോഴേക്കും ഈ കാക്കകളാകെ വയലൻ്റായി, ഭയങ്കര ബഹളം. അതിനറിയില്ലല്ലോ ഞാനിതിനെ ശുശ്രൂഷിക്കുകയാണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ അത് ധരിച്ചിട്ടുണ്ടാകും ഞാനിതിനെ എന്തോ അപകടപ്പെടുത്തിയെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്തായാലും ശരി, ഞാൻ തിരികെ എൻ്റെ ബൈക്കിൽ കയറുന്ന സമയത്ത് ഈ കാക്കകൾ വന്നിട്ട് തലയിൽ കൊത്തി, പടപടാ കൊത്തി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചു, സ്റ്റാപ്പ് ചെയ്തു. ഞാൻ വൈഫിനോട് പറഞ്ഞു പെട്ടെന്ന് വീട്ടിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തിങ്ങ് പോരുകയും ചെയ്തു. എൻ്റെ ഓഫീസിൻ്റെ താഴെ വന്നിട്ട് 3rd ഫ്ലോറിലാണ് അന്ന് ഓഫീസ്. എന്നിട്ട് ബൈക്ക് പാർക്ക് ചെയ്തു. ഞാൻ ഈ ഹെൽമെറ്റ് ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കണ്ട ചിത്രം എന്താണോ അത് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഹെൽമെറ്റിനുള്ളിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറയെ ചോര കാണുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അങ്ങനെ ഒന്ന് സംഭവിക്കേണ്ടതുണ്ട് എന്നെൻ്റെ കർമ്മയിലുണ്ട്. പക്ഷേ അതെത്ര സിമ്പിളായിട്ടാണ് സംഭവിപ്പിച്ച് തന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ആ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ മറ്റ് ചിന്തകളോ പ്രവൃത്തികളോ കാരണം അത് ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. 1. ഇനി 2, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഇപ്പുറത്ത് വരാം. ഭൗതിക തലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ഇതിനെല്ലാം മറ്റ് ചില കാരണങ്ങളുണ്ട്, ആത്മീയ കാരണങ്ങളുണ്ട്. അത് നമ്മൾ അറിയില്ല. നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും വേദനകളായിട്ട് നമുക്ക് തോന്നുന്നത്. എല്ലാവരും എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ തുടങ്ങിയ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഭൗതിക അനുഭവങ്ങൾ, സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ ഇതുപോലുള്ള ചിന്തകൾ വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് തന്നെയാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൻ്റെ വർക്ക് ഏരിയയിൽ അയൺ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, ഡ്രസ്സ് അയൺ ചെയ്യാനുള്ള. അവിടെയാണ് അതിനുള്ള സംവിധാനങ്ങൾ. അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറിയ ഞണ്ട്, കുറച്ചപ്പുറത്തൊക്കെ പാടങ്ങളാണ്, വലിയ പാടമൊന്നുമില്ല, പാടമൊക്കെ നികത്തി വന്നിരിക്കുന്നുണ്ട്, ഇപ്പോൾ പാടമൊന്നുമില്ല. ഒരു ഞണ്ട് എൻ്റെ വർക്ക് ഏരിയൻ്റെ ഉള്ളിൽ ഇങ്ങനെ എവിടുന്നോ വന്ന് പെട്ടിട്ടുണ്ട്. അതിങ്ങനെ പോകുന്നുണ്ട്, മെല്ലെ പോകുന്നുണ്ട്.
അപ്പോൾ എനിക്കറിയാം ഇതിന് തനിച്ച്, അതായത് ഒരു സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഉള്ളിലേക്ക് വീണിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് തിരിച്ച് പുറത്തേക്ക് തനിയെ ഇറങ്ങാൻ പറ്റില്ല, അത് അവിടെ നിൽക്കും, അവിടെ അങ്ങനെ വട്ടം കറങ്ങാനേ പറ്റുള്ളൂ, പുറത്തേക്ക് പോകാൻ അതിന് പറ്റില്ല. ഒന്നുകിൽ അറിയാതെ ആരെങ്കിലും ചവിട്ടിയാൽ അത് ചത്തുപോകും, അതല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് അതിന് ഭക്ഷണം വെള്ളം കിട്ടാതെ അത് ചത്തുപോകും. ഇത് 2 കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത്. അപ്പം ഞാൻ പോയിട്ട് ഈ കോരിയില്ല, അടിച്ചു വരുമ്പോൾ ഇങ്ങനെ അഴുക്കൊക്കെ എടുക്കുന്ന കോരിയില്ല, അത് കൊണ്ടുവന്നിട്ട് ഇതിനെ പിടിക്കാൻ ശ്രമിച്ചു. ഇതിനെ പിടിച്ചിട്ട് പുറത്ത് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്, ആ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചു. അപ്പോൾ അതിങ്ങനെ ഓടുന്നുണ്ട്, പിടി തരുന്നേ ഇല്ല, ഇങ്ങനെ ഓടുന്നുണ്ട്, ഇങ്ങനെ ഓടി ആ വർക്ക് ഏരിയ മുഴുവൻ കിടന്ന് ഓടുന്നുണ്ട്. പക്ഷേ ഞാനിതിനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി. അപ്പോഴും അത് കുതറി ചാടാനൊക്കെ നോക്കുന്നുണ്ട്, അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുവന്നു. വളരെ സേഫായിട്ട് അപ്പുറത്തൊരു പറമ്പിലൊരു ചെറിയ കുറ്റിക്കാടൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുവിട്ടു. അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ തിരികെ വന്നിട്ട് ഞാൻ ഓർത്തു, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഞണ്ടിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തെല്ലാമായിരിക്കും പറയാമോ? അത് എത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ അതിനെ ഞാൻ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടുണ്ടാകും, ഇല്ലേ? എത്ര ഭയപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഞാനത് ചെയ്തില്ലെങ്കിലോ, എന്തെങ്കിലും ആയിക്കോട്ടെ, സാരില്ല, അത് ചത്തുപോവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിരുന്നെങ്കിലോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളും ഇതുപോലെ തന്നെയാണ്. പലപ്പോഴും ഇതുപോലെയുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളെ എന്തിൽ നിന്നൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയുടെ ഇടപെടലായിട്ടത് മാറും. ഒരു ദിവസം, ഇതിപ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു ദിവസം രാത്രി വീട്ടിലെത്തുന്ന സമയത്ത് എൻ്റെ ബെഡ്റൂമിൽ കയറുമ്പോൾ ഫാൻ ചെറുതായിട്ട് ഇങ്ങനെ തിരിയുന്നുണ്ട്, ചെറിയ സ്പീഡിൽ ഫാൻ ഇങ്ങനെ തിരിയുന്നുണ്ട്. അപ്പോൾ ഒരു ശലഭം ഇങ്ങനെ ഒരു ചുവരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ചിറകുകളും എല്ലാം ഇങ്ങനെ അനങ്ങുന്നുണ്ട്, ചെറിയ കാറ്റിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ശലഭം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ കരുതുന്നുണ്ട്, ഇനിയിപ്പോൾ AC ഓൺ ചെയ്യും, ചിലപ്പോൾ ഫാനിൻ്റെ വേഗത വർദ്ധിപ്പിക്കും, കുളിച്ചിട്ട് കഴിഞ്ഞിട്ട് വന്നാൽ ഞാൻ ഫാനിൻ്റെ വേഗത കുറച്ച് കൂട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ശലഭം ചത്തുപോകും. ഒന്നുകിൽ അത് എണീറ്റ് പറന്നു കഴിഞ്ഞാൽ ഫാനിൽ കുടുങ്ങും, അല്ലെങ്കിൽ രാത്രി AC ഓൺ ചെയ്യുമ്പോൾ തണുത്ത് ചത്തുപോകും. AC ഓൺ ചെയ്യാണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ ഇതേമാതിരി തന്നെ ഈ ശലഭത്തിനെ, കുറച്ച് ഹൈറ്റിലാവുള്ളത്, ഈ ശലഭത്തിനെ ഇങ്ങനെ വളരെ സേഫായിട്ട് പിടിച്ച് പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് ആദ്യം ഫാൻ ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചിറകുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നത് മെല്ലെ നിന്നു, ഫാനിൻ്റെ കാറ്റുള്ളത്. അപ്പോഴേ ഇത് മെല്ലെ അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി, മെല്ലെ എണീറ്റ് പറക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വളരെ സേഫായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു, പിടിച്ച് കൈക്കുള്ളിൽ ഇങ്ങനെ വെച്ചു, പുറത്തേക്ക് കൊണ്ടുപോയി സേഫായിട്ട് പറത്തി വിട്ടു. അപ്പോഴും ഞാൻ ആലോചിക്കുക, ആ ശലഭത്തിൻ്റെ ആ സമയത്തെ ചിന്ത എന്തായിരിക്കും? അത് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നതായിരിക്കും. ആ സമയത്താണ് ഞാൻ ആദ്യം ഫാൻ ഓഫ് ചെയ്തു, പിന്നെ അതിനെ പോയി പിടിച്ചു. അപ്പോഴെല്ലാം അതിൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് എന്ത് ചിന്തകളായിരിക്കും? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ഭൂരിഭാഗവും ഇത്രയൊക്കെ ഉള്ളൂ. എന്തിൽ നിന്നൊക്കെയോ നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എന്തിൽ നിന്നൊക്കെയോ കടത്തിവിടാൻ വേണ്ടിയിട്ട് പ്രകൃതിയായിട്ട് തന്നെ ഒരുക്കി തരുന്ന ചില സാഹചര്യങ്ങൾ. മെജോറിറ്റിയും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പറയുന്ന കഷ്ടപ്പാടുകളെന്ന ഭൗതിക തലത്തിൽ നമ്മൾ കരുതുന്ന ഈ സംഗതികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലതെല്ലാം ചെയ്താലും അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നമ്മളെ അതിലൂടെ സേഫായിട്ട് കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ ഞാൻ ഈ പറഞ്ഞത്? ശരി, അത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഞാൻ എല്ലാവരോടുമായിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ, ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ളത്. മറ്റെന്തെങ്കിലും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമുക്ക് പിരിയാം. മറ്റന്നാൾ നമുക്ക് കാണാം. വളരെ ആഴത്തിലുള്ളൊരു വിഷയമാണ്. തയ്യാറായിട്ട് വരൂ. സമയം ഒരുപാട് വൈകി, 10 മണിയായല്ലേ? ശരി, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, പുഞ്ചിരിയാർന്ന മുഖങ്ങളുമായിട്ട് എൻ്റെ മുന്നിലിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഒപ്പം അറിവുകൾ പകർന്നു തന്ന ഒപ്പമുണ്ടായ നാഥന്മാരുടെയും ബോധതലങ്ങളുടെയും പാതാരവിത്തങ്ങളിൽ മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു. ബൈ. Thank you, sir. Good night. Good night.